അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهد قلبه വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾക്കെല്ലാം അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. കഷ്ടത അനുഭവിക്കുന്നവർക്ക് അല്ലാഹു അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് തുറവി പ്രദാനം ചെയ്യുമാറാകട്ടെ. പലതരത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ചിലത് നേരിട്ട് കണ്ടതാണ്, വേറെ ചിലത് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ചില മനുഷ്യരെ കുറിച്ച് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അയാളുടെ കണ്ടെത്തലുകൾ, അതല്ലെങ്കിൽ അയാളുടെ വളർച്ച, അതല്ലെങ്കിൽ ഒരു സ്വഭാവരംഗത്തുള്ള എന്തെങ്കിലും സവിശേഷത, ഇങ്ങനെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില മനുഷ്യരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഈ ലോകത്തെ ഒരു വലിയ അത്ഭുത പ്രതിഭാസമാണ് വിശ്വാസികൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്,
അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്ന്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, ഒരു വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായത്, അവന് ഖൈറായത്, ഗുണമായ കാര്യങ്ങളാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്കല്ലാതെ ഒരിക്കലും ഇത് ഉണ്ടാവുകയില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു. ഇൻ അസ്വാബതുഹു സർറാ, അവൻ എന്തെങ്കിലും ഒരു സന്തോഷകരമായ ആനന്ദം നൽകുന്ന ഒരു നല്ല കാര്യമാണ് സംഭവിച്ചതെങ്കിൽ അവൻ ശക്കറ, അതിന് നന്ദി കാണിക്കും. നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എനിക്ക് തന്നത് എന്ന് തിരിച്ചറിയുകയും അതിലൂടെ റബ്ബിനോടുള്ള ബാധ്യത നിർവഹിക്കാൻ അവൻ തയ്യാറാവുകയും ചെയ്യും. വകാന ഖൈറൻ ലഹു, അത് അവന് ഗുണമാണ്, അവന് നേട്ടമാണ്. വൈൻ അസ്വാബതുഹു ദർറാ, ഇനി ഒരു പ്രയാസകരമായ കാര്യമാണ്, ഒരു കഷ്ടപ്പാടാണ് അവൻ ഉണ്ടാകുന്നതെങ്കിൽ സ്വബറ, അവൻ അതിൽ ക്ഷമ കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഗുണമാണ്. ക്ഷമ കാണിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആശ്വാസത്തിന്റെ കാര്യത്തിൽ, നഷ്ടപ്പെട്ടതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലത്തിന്റെ കാര്യത്തിലൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ക്ഷമ അവൻ കാണിക്കും. അത് അവന് ഖൈറായിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഇത് വിശ്വാസിക്കു മാത്രം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ജീവിതത്തിൽ പലപ്പോഴും പല സന്തോഷകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വേദനയും സങ്കടവും ഉണ്ടാകുന്ന ചില കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു പ്രയാസം നേരിടുന്നിടത്ത് ക്ഷമിക്കാനാവുക? ക്ഷമിക്കുമ്പോഴാണ് ആ വിശ്വാസി ഒരു അത്ഭുതമായി മാറുന്നത്. എങ്ങനെ നമുക്ക് സങ്കടമാകുന്ന ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്ഷമിക്കാനാവുക? അതിലേറ്റവും പ്രധാനം, നമുക്ക് ക്ഷമയുണ്ടാകണമെങ്കിൽ ഒന്നാമതുണ്ടാകേണ്ട കാര്യം അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസം നമുക്കുണ്ടാവുക എന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ 64-ാം അധ്യായം സൂറത്തു തഗാബുനിന്റെ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, മനുഷ്യന് ഒരു പ്രയാസവും ഒരു മുസീബത്തും ബാധിക്കുന്നില്ല, ഇല്ലാ ബിഇദ്നില്ലാഹ്, അത് പടച്ചോന്റെ ഒരു തീരുമാനപ്രകാരമല്ലാതെ, അല്ലാഹ് തീരുമാനിച്ചത് കൊണ്ടല്ലാതെ ഒരു മുസീബത്തും നമുക്കുണ്ടാകുന്നില്ല എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്, അപ്പോൾ ആരാണോ അല്ലാഹുവിലുള്ള വിശ്വാസം ശരിയാക്കുന്നത് അവന്റെ ഹൃദയത്തെ ഞാൻ നേർവഴിയിലാക്കും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്, എന്തൊരു പ്രയാസം ഉണ്ടാകുമ്പോഴും അത് പടച്ചവന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അതിനെ ഉൾക്കൊണ്ട് ആരാണോ തന്റെ വിശ്വാസത്തെ ശരിയാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിന് ഈമാൻ നൽകി നേർവഴിയിലാക്കുമെന്നാണ്. നമ്മുടെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖളായിലും ഖദറിലുമുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. ഖദറിലുള്ള നമ്മുടെ വിശ്വാസം ശരിയാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ ഉഹദ് പർവ്വതത്തോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്താലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല, ഖദറിലുള്ള അവന്റെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ എന്നാണ്. അതുകൊണ്ട് ഏതൊരു കാര്യവും അത് അള്ളാന്റെ തീരുമാനമാണ് നടക്കുന്നത് എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാനാവുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ശരിയായ ധാരണ നമുക്കുണ്ടാകണം. ഇപ്പൊ ഒരാൾ ഇവിടുന്ന് ഗൾഫിക്ക് ജോലിക്ക് പോവുകയാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ജോലിയെക്കുറിച്ച് എല്ലാ തരത്തിലുള്ള അറിവും നേടി അതെന്തൊക്കെയാണ്, എന്താണ് എനിക്ക് അവിടെ ചെയ്യാനുള്ളത് എന്ന ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ടാണ്
അയാൾ ആ ജോലിക്ക് പോകുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ജോലി ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി കയറിയിട്ട് അവിടെ എത്തിയിട്ടാണ് ഓരോ കാര്യത്തെക്കുറിച്ച് അയാൾ അറിയുന്നതെങ്കിൽ ഓരോ നിമിഷവും അയാൾക്ക് പ്രയാസമായിരിക്കും. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ ദുനിയാവിലേക്ക് വന്നു. ഈ ദുനിയാവിലെ ജീവിതം എങ്ങനെയായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങൾക്ക് ഭയമുണ്ടാകുന്ന കാര്യം കൊണ്ട്, വിശപ്പ് കൊണ്ട്, നിങ്ങളുടെ സമ്പാദ്യത്തിൽ കുറവ് വരുന്ന കാര്യങ്ങൾ കൊണ്ട്, നിങ്ങളിൽ നിന്ന് ആളുകളുടെ ശരീരത്തിൽ കുറവ് വരിക, അതുപോലെ തന്നെ കായികനികൾ കുറവ് വരിക തുടങ്ങിയ വിഷയങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരിസ് സ്വാബിരീൻ, ആ സമയത്ത് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് ക്ഷമിക്കുന്നവരുടെ അടയാളം? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അവർക്കൊരു പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അവനിലേക്ക് മടങ്ങുന്നവരാണെന്ന് പറഞ്ഞ് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ സഹോദരങ്ങൾ അള്ളാന്റെ പ്രഖ്യാപനം? ചിലപ്പോഴൊക്കെ എവിടെങ്കിലൊക്കെ ചില പരീക്ഷണങ്ങളൊക്കെ വരുന്നല്ല. വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, ഉറപ്പായും പരീക്ഷിക്കുന്നതാണ്. അപ്പൊ പിന്നെ സഹോദരങ്ങൾ, ഒരു പരീക്ഷണം വരുമ്പോ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഇത് പടച്ചോൻ ഉണ്ടാകുന്നു പറഞ്ഞൊരു കാര്യമാണ് സംഭവിക്കണത്. ജീവിതത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ടാക്കിയാൽ തീർച്ചയായും നമുക്ക് ക്ഷമിക്കാനാകുമെന്നാണ്. മൂന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, എല്ലാം പടച്ചോന്റേതാണല്ലോ. നമ്മളടുത്തുള്ള സർവ്വതും അത് അള്ളാഹുവിൻ്റെതാണ്. സൈനബ് റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ, അവരുടെ കുട്ടി മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ മരണവാർത്ത അറിയിച്ച സന്ദർഭത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത, എന്തൊക്കെ തിരിച്ചെടുത്തോ അതൊക്കെ പടച്ചോനുള്ളതാണ്. വലഹു മാ അഅത, എന്തൊക്കെ കിട്ടിയോ ആ കിട്ടിയതും അല്ലാഹുക്കുള്ളതാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ, എല്ലാറ്റിനും പടച്ചോൻ നിശ്ചയിച്ചൊരവധിയുണ്ട്. ആ അവധി വരെയാണ് അത് ഉണ്ടാകുക. പടച്ചോൻ തിരിച്ചെടുക്കും, ചിലത് പടച്ചോൻ തരും. തന്നതാണെങ്കിലും തിരിച്ചെടുത്തതാണെങ്കിലും എല്ലാം അല്ലാഹുക്കുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമുർഹാ ഫൽതസ്ബിർ വൽതഹ്തസിബ്, അതുകൊണ്ട് അവളോട് ക്ഷമിക്കാൻ, പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറയാ. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. എന്തൊക്കെ നമ്മളെടുത്തുണ്ടെങ്കിലും, വാഹനമാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, വീടാകട്ടെ, കച്ചവടമാകട്ടെ, നമ്മുടെ സമ്പാദ്യമാകട്ടെ, ജോലിയാകട്ടെ, ആരോഗ്യമാകട്ടെ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാം പടച്ചോനുള്ളതാണ്. ചിലത് ചില സമയത്ത് അല്ലാഹ് തിരിച്ചെടുക്കും, ചിലത് തരും. എല്ലാം അല്ലാഹുക്കുള്ളതാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് ക്ഷമിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, വിശ്വാസിക്കൊരിക്കലും നഷ്ടമില്ല എന്നാണ്. ഭൗതികമായ ചില കണക്കിലൊക്കെ നമ്മൾ നഷ്ടം പറയുമെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നഷ്ടമുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന് യഗ്രിസു ഗർസൻ ഇല്ലാ കാന മാ ഉകില മിൻഹു ലഹു സദഖ വമാ സുരിഖ മിൻഹു ലഹു സദഖ വലാ യുർസഉഹു അഹദുൻ ഇല്ലാ കാന ലഹു സദഖത്തുൻ ഇലാ യൗമിൽ ഖിയാമ. ഒരു മുസ്ലിം ഒരു കൃഷി എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചു, ഇല്ലാ മാ കാന ഉകില മിൻഹു ലഹു സദഖ, അതിൽ നിന്ന് ആരൊക്കെ തിന്നോ അതൊക്കെ അവന് സ്വതക്കയാണ്. വേറൊരു ഹദീസിൽ ഇതേ കാര്യം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പക്ഷികളോ മൃഗങ്ങളോ ആരതിൽ നിന്ന് ഭക്ഷിച്ചാലും അവന് സ്വതക്കയാണ്. വമാ സുരിഖ മിൻഹു ലഹു സ്വതക്ക. നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു വിശാലമായ കാരുണ്യം. അതിന്ന് ആരെങ്കിലും ചിലത് മോഷ്ടിച്ചു കൊണ്ടുപോയാൽ അതും അവന് സ്വതക്കയാണ്.
വലാ യർസഉഹു അഹദുൻ ഇല്ലാ കാന ലഹു സദഖത്തുൻ ഇലാ യൗമിൽ ഖിയാമ. അതൊന്നും ആര് എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും അതൊക്കെ പരലോകത്ത് അവനൊരു സ്വതക്കയുടെ കൂലിയായിരിക്കുന്നതാണ്. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസൻ വലാ ഗം. ഒരു മുസ്ലിമിന് ഒരു ക്ഷീണം, ഒരു പ്രയാസം, ഒരു രോഗം, ഒരു ദുഃഖം, ഒരു മനക്ലേശം ഇതൊന്നും സംഭവിക്കൂല. ഹത്ത ഷൗക, ഒരു മുള്ളു വരെ, യുഷാകുഹ, അവനെ പോറലേൽപ്പിക്കുന്ന ഒരു മുള്ളു പോലും, ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖത്തായാ, അവന്റെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് പുറത്തു കൊടുത്തിട്ടല്ലാതെ. പിന്നെ സഹോദരങ്ങൾ, എന്ത് നഷ്ടം നമുക്കുള്ളത്? ഒരാളൊരു കൃഷി ഉണ്ടാക്കി അതൊന്ന് ഒരാൾ കട്ടെടുത്ത് കൊണ്ടുപോയാൽ സ്വതക്കയായി പടച്ചോൻ പരലോകത്ത് തരും. ഒരു 10 മിനിറ്റ് മനസ്സ് ദുഃഖിക്കുന്ന എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായാൽ പരലോകത്ത് അല്ലാഹു നമ്മുടെ പാപം അതുകൊണ്ട് പുറത്തു തരും. സമ്പത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ പടച്ചറബ് അതിന് സ്വതക്കയുടെ കൂലി പരലോകത്ത് തരുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ക്ഷമിക്കാതിരിക്കാൻ കഴിയുക? 4ാമത്തെ കാര്യം സഹോദരങ്ങളെ, നഷ്ടപ്പെട്ട എന്തുണ്ടോ ഉത്തമമായത് അള്ളാഹ് നമുക്ക് പകരം തരും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു മുസ്ലിമിന് എന്തൊരു പ്രയാസം ഉണ്ടായാലും അവൻ ഇങ്ങനെ പറയണമെന്നാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, ഞാൻ അല്ലാഹുക്കുള്ളതാണ്, അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങാനുള്ളതാണ്. അതുകൊണ്ട് പടച്ചോനെ, എനിക്കുണ്ടായി ഈ മുസീബത്തിൽ നീ എനിക്ക് കൂലി തരണം, ഇതിനേക്കാൾ ഉത്തമമായത് നീ എനിക്ക് പകരം തരണം എന്നൊരു വിശ്വാസി ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ അഖ്ലഫല്ലാഹു ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അവന് കൊടുക്കാതിരിക്കൂല എന്നാണ്. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കണം, അബൂ സലമ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഒരു തികഞ്ഞ നല്ല സ്വഭാവമുള്ള ഒരു നല്ല വിശ്വാസിയാണ്, അതിനേക്കാളൊക്കെ ഉത്തമമായ ആരെയാണ് എനിക്ക് പകരം കിട്ടുക? പക്ഷേ അള്ളാന്റെ റസൂലിനെയാണ് പടച്ചോൻ എനിക്ക് പകരം തന്നത് എന്നാണ്. സഹോദരങ്ങളെ, നമുക്കെന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം തരുന്നതാണ്. അതുകൊണ്ട് എന്ത് മുസീബത്ത് ഉണ്ടാകുമ്പോഴും നമ്മൾ ഇങ്ങനെ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയേണ്ട ഒരു വാക്കല്ല അത്. എന്ത് ദുരിതം നമുക്കുണ്ടായാലും മറ്റുള്ളവർക്കുണ്ടായാലും നമ്മൾ ഇത് പറയണം, പടച്ചോനെ ഇതില് കൂലി തരണം, ഇതിനേക്കാൾ ഉത്തമമായത് നീ എനിക്ക് പകരം തരണം. ഈ 5 ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കാനായാൽ സഹോദരങ്ങൾ, ഏത് പ്രതിസന്ധിയിലും നമുക്ക് ക്ഷമിക്കാനാകും. അപ്പോഴാണ് അത്ഭുതമാകുന്ന ഒരു വിശ്വാസിയായി നമ്മൾ മാറുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികൾ പലതും വരും, പരീക്ഷണങ്ങൾ പല നിലക്ക് അല്ലാഹു തരും. അവിടെയൊക്കെ ഈ ചിന്തകളിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയണം. പിന്നെ സഹോദരങ്ങളെ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൽ അകപ്പെട്ടവർക്ക് അതൊരു പരീക്ഷണമാണ്. എങ്ങനെയായിരിക്കും അവന്റെ പ്രതികരണം? എന്ത് വാക്കൊക്കെയാണ് പറയുക? എങ്ങനെയാണ് അടുത്ത ഒരു നിമിഷത്തെ അവൻ കൈകാര്യം ചെയ്യുക? ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. രക്ഷപ്പെട്ടവർക്കും പരീക്ഷണമാണ്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി അവന്റെ കണ്ണുമുന്നിൽ വന്നിട്ട് ഒരു ചാണകല വന്ന് നിന്ന് അവസാനിച്ചല്ലോ, തലനാരിഴക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്നിട്ട് അവൻ എങ്ങനെ പ്രതികരിച്ചു? ഒരു നന്ദി കാണിക്കുന്ന പെരുമാറ്റം ഉണ്ടായോ? അതിനുശേഷം അവന്റെ ദീനീ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു സജീവത അവനുണ്ടായോ? പടച്ചോനെ കുറച്ചും കൂടിയൊക്കെ ബോധ്യപ്പെട്ട് പടച്ചോന്റെ മുന്നിൽ കീഴൊതുങ്ങുന്ന ഒരു അവസ്ഥ അവനുണ്ടായോ? അതും പരീക്ഷണമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ അകപ്പെടുന്നവർക്ക് അത് പരീക്ഷണമാണ്, രക്ഷപ്പെട്ടവർക്ക് പരീക്ഷണമാണ്. കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വസ്തുക്കളുടെ ഒരു പ്രത്യേകത ഇതാണ്, നാം വിചാരിക്കാതെ കയ്യിൽ നിന്നാണ് വിട്ടുപോകും. പക്ഷെ പരലോകത്തേക്ക് മാറ്റിവെച്ചത് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകൂല. അതുകൊണ്ട് എപ്പോഴും സമ്പത്തിന്റെ ഒരു നല്ല ഭാഗം പരലോകത്തേക്ക് മാറ്റിവെച്ചതായിരിക്കണം നമ്മുടെ കണക്ക്. അതൊരിക്കലും ഒരു പേമാരിക്കും ഒരു അഗ്നിബാധക്കും ഒരു കൊടുങ്കാറ്റിനും പരലോകത്തേക്ക് മാറ്റിവെച്ച ഓഹരിയെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയൂലെന്നാണ്. സ്വർഗത്തിന്റെയും ദുനിയാവിന്റെയും വ്യത്യാസം തന്നെ
ദുനിയാവ് കിട്ടിയതിനേക്കാൾ വേഗത്തിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമെന്നതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്തൊരു അനുഗ്രഹം കിട്ടിയത് പിന്നെ അവിടെ നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ആ സ്വർഗത്തിന് എത്ര ഓഹരി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ കൂടി സഹോദരങ്ങളെ ചിലതൊക്കെ നമ്മെ പ്രാപ്തമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയായി സ്വഹാബത്ത് പറയുന്നൊരു കാര്യം, എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഗുണകരമായ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅ്മതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. പടച്ചോന്റെ നിഅ്മത്തുകൊണ്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്, ആ റബ്ബിനാണ് സർവസ്തുതിയും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയും. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസമാണ് ഉണ്ടാകുന്നതെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനാണ് സർവസ്തുതിയും. അത് നമ്മൾ പ്രാവർത്തികമാക്കണം. പിന്നെ ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വ ദർകിശ് ശഖാ വസൂഇൽ ഖലാ വശമാതതിൽ അഅദാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ ജഹദിൽ ബലാ, പരീക്ഷണങ്ങളുടെ വലിയ പ്രയാസങ്ങളിൽ നിന്ന്, വ ദർകിശ് ശഖാ, ദൗർഭാഗ്യകരമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന്, വസൂഇൽ ഖലാ, മോശമായ വിധികളിൽ നിന്ന്, വശമാതതിൽ അഅദാ, അപ്രകാരം തന്നെ ശത്രു ഉണ്ടാക്കുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ പഠിക്കണം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ സവാലി നിഅ്മതിക്, നീ തന്ന അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, വ തഹവ്വുലി ആഫിയതിക്, അതുപോലെ തന്നെ അല്ലാഹുവേ നീ തന്ന ഈ ആഫിയത്ത് മാറിപ്പോകുന്നതിൽ നിന്ന്, ഈ ശരീരത്തിന്റെ ആരോഗ്യവും സൗഖ്യവും മാറിപ്പോകുന്നതിൽ നിന്ന്, വ ഫുജാഅത്തി നിഖ്മതിക്, പെട്ടെന്നുണ്ടാകുന്ന നിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്, വ ജമീഇ സഖ്തിക്, നിന്റെ സകല കോപങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്ന പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വ ദർകിശ് ശഖാ വസൂഇൽ ഖലാ വശമാതതിൽ അഅദാ. മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅ്മതിക് വ തഹവ്വുലി ആഫിയതിക് വ ഫുജാഅത്തി നിഖ്മതിക് വ ജമീഇ സഖ്തിക്. ഇതൊക്കെ നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നുള്ളത് ഒരു വലിയ കവചമാണ്. അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുക. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണങ്ങൾ തരുന്നത് നേരത്തെ പറഞ്ഞ ചിലതൊക്കെ നമുക്ക് നേടിയെടുക്കാനും നമ്മോടുള്ള അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നല്ലവരായി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ച പ്രോഫ്കോൺ എന്ന നമ്മുടെ പ്രോഗ്രാമിനാണ് 29ാമത് പ്രോഫ്കോൺ. ഇന്ന് അസറിന് ശേഷം മംഗലാപുരത്ത് ആരംഭിക്കുകയാണ്. അപ്പം അതിലേക്ക് വലിയൊരു സംഖ്യ നമ്മുടെ ഈ ശാഖയിൽ നിന്ന് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഏകദേശം ഒരു 50,000-ഓളം രൂപ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ മാർഗത്തിൽ കഴിവിന്റെ പരമാവധി സഹകരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ മാറ്റിവെക്കുന്നതേ ഉണ്ടാകുള്ളൂ എന്ന ചിന്ത അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. രണ്ടാമത്തൊന്ന്, നമ്മുടെ ചുഴലിയിലുള്ള സജീവ പ്രവർത്തകനായിട്ടുള്ള സുഹൃത്ത് സമീർ, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വലിയ രോഗാവസ്ഥയിലാണ്. ആ പിതാവും നമ്മുടെ ദീനി മാർഗത്തിലുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഉണ്ടാകണം. അതുപോലെ നമുക്കറിയാം, ഇന്നലെ ഒരു വലിയ ദുഃഖകരമായ കാര്യം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു. നേരത്തെ പറഞ്ഞ പോലെ അതിലൊരു ഖൈറുണ്ടാകും. ഈ പള്ളിയിൽ ജുമുഅക്ക് പങ്കെടുക്കുന്ന, ഈ ദീനീ കാര്യങ്ങളോടൊക്കെ സജീവമായി ഇടപെടുന്ന, പല കാര്യങ്ങളിലും വലിയ അനുഭാവം പുലർത്തി നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പലർക്കും അതിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഏറ്റവും ഉത്തമമായത് പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ നഷ്ടങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നന്മകൾ തിരിച്ചു കൊടുക്കുമാറാകട്ടെ. പെട്ടെന്നുണ്ടാകുന്ന നഷ്ടങ്ങളിൽ മനസ്സു നൊന്തു പോകാതിരിക്കാൻ, ക്ഷമയോടുകൂടി കാര്യങ്ങളെ തരണം ചെയ്യാൻ അവർക്കൊക്കെ ഈമാനികമായ കരുത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഉപജീവനമാർഗം പെട്ടെന്നങ്ങ് അടഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നതാണ്. ഏകദേശം 40-ലധികം വരുന്ന ബിസിനസ് സംരംഭങ്ങൾ ഒറ്റയടിക്ക് ഒരു നാട്ടിൽ നിന്ന് അസ്തമിച്ചു പോകുക എന്ന് പറയുമ്പോൾ അത് നാടിന് പ്രയാസമാണ്. അല്ലാഹു എല്ലാറ്റിലും ഉത്തമമായത് ഈ നാടിന്, ആ വ്യക്തികൾക്ക് പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നേരിടുന്ന പരീക്ഷണങ്ങളെ ക്ഷമയോടെ കൈകാര്യം ചെയ്യാനുള്ള ഈമാനിക കരുത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ട എല്ലാവർക്കും റബ്ബ് മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിച്ചാലും യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക്, നമ്മുടെ സഹോദരീ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാക അഅദാ അദ്ദീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. والله خلقكم ثم يتوفاكم ومنكم من يرد إلى أرذل العمر لكي لا يعلم بعد علم شيئا إن الله عليم قدير. ആദരണീയരായ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ചുകൊണ്ട് അവൻ ഒരുക്കി വെച്ച പരലോകത്തെ വിവിധങ്ങളായ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗം നേടുന്ന യഥാർത്ഥ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, ആസ്വാദനത്തിന്റെ ലോകത്തെ എത്തിപ്പെടാൻ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നും നന്മയിൽ അധിഷ്ഠിതമായി തിന്മയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിതത്തെ പരിശുദ്ധമാക്കണമെന്നും ആമുഖമായി എന്നെയും തുടർന്നു നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒന്ന് കുട്ടിക്കാലമാണ്.
ശൈശവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ കാലിട്ടടിച്ച് കരയുന്ന മാത്രം അറിയുന്ന മുലപ്പാല് കൊണ്ട് ജീവിക്കുന്ന, പിന്നീട് അങ്ങോട്ട് പിച്ച വെച്ച് നടന്ന് നീങ്ങുന്ന ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ഒരു ജീവിതം കുട്ടിക്കാലം. പക്ഷെ അതിനധികം ആയുസ്സില്ല. അധികം വൈകാതെ നമ്മൾ മുതിർന്ന് വലുതായിക്കൊണ്ടിരിക്കും. അങ്ങോട്ട് പിന്നീട് രണ്ടാമത്തെ നമ്മുടെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന ചോരത്തളപ്പുള്ള യൗവനത്തിലേക്കാണ് പിന്നീട് കടന്നു വരുന്നത്. നല്ല ചുറുചുറുക്കുള്ള ശരീരം, ആവശ്യത്തിന് പണം, ഓടി നടക്കാനുള്ള കഴിവ്, ശാരീരിക മാനസികമായ വൈകാരികമായ ഒരു ശക്തിപ്പെടുന്ന ആരോഗ്യകരമായ നല്ലൊരു ഘട്ടം. ആ ഘട്ടം കഴിഞ്ഞു പോകുമ്പോഴും അയാൾ ചിന്തിക്കണം, എനിക്ക് മൂന്നാമതൊരു ഘട്ടം വരാനുണ്ട്. മൂന്നാമത്തെ ഘട്ടം അവന്റെ വാർദ്ധക്യമാണ്. ആ വാർദ്ധക്യം എന്ന് പറയുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ഓജസ്സും തേജസ്സും ഒക്കെ നഷ്ടപ്പെടും. ഉണ്ടായിരുന്ന കാഴ്ച കുറഞ്ഞു തുടങ്ങും, കേൾവി നഷ്ടപ്പെട്ടു തുടങ്ങും, തൊലികൾ അവന് പതിയെ ചുളിയാൻ തുടങ്ങും. പതിയെ പതിയെ വാർദ്ധക്യത്തിന്റെ പല അവശതകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ആയത്തിലൂടെ മനോഹരമായി ഈ രംഗം ഓർമ്മപ്പെടുത്തി. സൂറത്തു റൂമിന്റെ 54-ാമത്തെ ആയത്ത്, അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ. അല്ലാഹുല്ലദീ, അവനാണ്, അല്ലാഹുവാണ്, ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചത്, മിൻ ളഅഫിൻ, ദുർബലാവസ്ഥയിൽ നിന്ന്, ബലഹീനമായ അവസ്ഥയിൽ നിന്ന്. കുട്ടിക്കാലത്തെ പറ്റി. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, പിന്നീട് ദുർബലമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കല്പം ശക്തിപ്പെടുത്തുന്ന അവസ്ഥ തന്നതും അല്ലാഹയാണ്. യൗവനത്തെ കുറിച്ച് സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബാ, പിന്നീട് നിങ്ങളുടെ ഖുവ്വത്തിന്റെ ശക്തിയുടെ യൗവനത്തിനു ശേഷം നിങ്ങൾക്ക് ബലഹീനതയും നരയും അവൻ നൽകുന്നതാണ്. വാർദ്ധക്യാണ്. അതിൽ നര, ശൈബ എന്ന വാക്ക് നരബാധിക്കുന്ന വാർദ്ധക്യം എന്ന സൂചന വരെ ആ ആയത്തിനകത്ത് കൊടുത്തു. യഖ്ലുഖു മാ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന പോലെയാണ് ഭൂമിയിൽ സൃഷ്ടിക്കുന്നത്. വഹുവൽ അലീമുൽ ഖദീർ, അവൻ എല്ലാം അറിയുന്ന അലീമാണ്, എല്ലാത്തിനും കഴിവുള്ള ഖദീറാണ്. നമ്മൾ എന്തൊക്കെ നിറം മാറ്റാൻ നോക്കിയാലും, എന്തൊക്കെ മരുന്ന് കുടിച്ച് നടക്കാൻ തോന്നിയാലും വാർദ്ധക്യത്തിന്റെ അവശതകളെ, വാർദ്ധക്യത്തിന്റെ ദുർബലതയെ മറിച്ചു വെക്കാൻ ഇന്ന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉലമാക്കന്മാരൊക്കെ പറയും, വാർദ്ധക്യം എന്നത് രണ്ടാമത്തൊരു കുട്ടിക്കാലാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് രണ്ടാമത് നമ്മളൊരു കുട്ടിയായ പോലെയാണ്. എവിടെ വിസർജിക്കുമെന്നറിയാത്ത അവസ്ഥ വരും. മുമ്പിൽ നിൽക്കുന്ന എന്റെ മകൻ എന്റെ മകനാണോ എന്ന് തിരിച്ചറിവില്ലാത്തൊരവസ്ഥ വരും. ഇപ്പോൾ കഴിച്ച ഭക്ഷണം എന്താണെന്ന് ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് വരും. മരുന്നുകൾ മാറിക്കഴിക്കും. എന്തെല്ലാം നിലക്ക് നോക്കുന്ന, പരിചരിക്കുന്ന ആളുകൾ അങ്ങേയറ്റത്തെ ക്ഷമയുള്ളവരായി മാറാൻ മാത്രം ഒരു വാർദ്ധക്യം നമ്മളെ പലതും പഠിപ്പിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ലിന്റെ 57-ാമത്തെ ആയത്തിലും 70-ാമത്തെ ആയത്തിലൊക്കെ വിശദീകരിച്ചത്. വല്ലാഹു ഖലഖക്കും, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ യതവഫാക്കും, പിന്നീട് നിങ്ങളെ അല്ലാഹു മരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വമിൻകും, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമർ, ചിലരെ വാർദ്ധക്യത്തിന്റെ അല്ലെങ്കിൽ പ്രായത്തിന്റെ അവശതയിലേക്ക് തള്ളി നീക്കപ്പെടുന്ന ചിലരുണ്ട്. എല്ലാവരും വയസ്സായിട്ടേ മരിക്കുന്നൊന്നുമില്ല. എന്നാൽ ചിലരെ അങ്ങേയറ്റത്തെ അവശതയുടെ വാർദ്ധക്യത്തിലേക്ക് അള്ളാഹു നീട്ടിവിട്ടുകൊടുക്കും. എന്തിനാണ്? ലിക്കൈലായ ഇൽമ ബഅദ ഇൽമിൻ ശൈആ, ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവന് അറിയാത്ത ഒരു അവസ്ഥ വരുന്നതിനു വേണ്ടി. അവനറിയാം എവിടെ മൂത്രമൊഴിക്കണം, എവിടെ കാഷ്ടിക്കണം എന്നൊക്കെ അറിയുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അത് അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് അവനെ കൊണ്ടുവരപ്പെടുന്നതാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, ഇന്നല്ലാഹ അലീമുൻ ഖദീർ, തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, ഖദീർ എല്ലാത്തിനും കഴിവുള്ളവനാണ്. രണ്ടായത്തിലും അല്ലാഹു ഉപയോഗിച്ചു ഖദീർ. അല്ലാഹു സർവത്തിനും കഴിവുള്ളവനാണ്.
നല്ല തുടുതുടുപ്പുള്ള പ്രസരിപ്പുള്ള ശരീരത്തിനെ കൊണ്ടുവന്ന് ഒരു വടി പിടിച്ച് നടക്കാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് നടത്തിപ്പിക്കാൻ കഴിവുള്ളവനാണ് പടച്ചോനെന്ന ബോധ്യപ്പെടുത്തലാണ് അവിടെ എന്നർത്ഥം. പക്ഷെ കുട്ടിക്കാലത്ത് കുട്ടിയായിരുന്ന കാലത്ത് അവനുണ്ടായിരുന്ന കുസൃതികളും വികൃതികളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, വൃദ്ധന്മാരായ പ്രായത്തിന്റെ ആധിക്യമെത്തുന്ന അപ്പോൾ കാണിക്കുന്ന വികൃതികളും കുസൃതികളും മറ്റുള്ളവർക്ക് ശല്യമായി അസഹ്യമായി മാറുകയാണ്. അതുകൊണ്ട് അതിൽ സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്തവരാണ് അവരെ പുറന്തള്ളുന്നത്. അതിൽ ക്ഷമിക്കാനും സഹിക്കാനും കഴിയാതെ ആ വീടിന്റെ തണലായ, ആ മക്കളെ വളർത്തിയ, മക്കളെ പഠിപ്പിച്ച, ആ ഭാര്യക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത ആ മനുഷ്യൻ ഇന്നൊരു വയസ്സിന്റെ മൂർധാവിലെത്തിയപ്പോ ആ മനുഷ്യന്റെ ചെറിയ ചെറിയ ശല്യങ്ങൾ പോലും സഹിക്കവയ്യാതെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ എന്താ? അവൻക്കും ഇത് വരാനുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കുമ്പോ അവന്റെ വികൃതികൾ കുസൃതികൾ കാണുമ്പോ എന്താ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, അവൻ വലുതായാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. വാർദ്ധക്യത്തിലെത്തുന്ന മനുഷ്യന്റെ വികൃതികൾ കുസൃതികൾ കണ്ടാൽ ആരും സഹിക്കൂല. കാരണം അവരിൽ ഇനി ഒരു പ്രതീക്ഷ നമുക്കില്ല. ഇതൊക്കെ മാറിയിട്ട് അയാൾ നമുക്ക് എന്തെങ്കിലും തരുന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. ഇവിടെ നിന്നാണ് ഇസ്ലാം ഈ ഒരു വിഷയത്തിന്റെ കൃത്യമായ ഒരു നേർരേഖ കാണിച്ചു തരികയാണ്. ഒരിക്കൽ മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തൊരു സംഭവം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നലീ ഉമ്മ, അല്ലയോ ഖലീഫ ഉമർ ഖത്താബ് തങ്ങളെ, എനിക്ക് എന്റെ മാതാവുണ്ട്. ബലഗ മിൻഹൽ കിബർ, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്, നല്ല പ്രായമായിട്ടുണ്ട്. അന്നഹാ ലാ തഖ്ദീ ഹാജതഹാ ഇല്ലാ വദഹിരി ലഹാ മതിയത്തുൻ. എന്റെ മാതാവിന് മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ എന്റെ മുതുകിനെ ഞാൻ വാഹനമാക്കി കൊടുത്ത് നീക്കി കൊണ്ടുപോയി, അല്ലാതെ അവർക്ക് അത് നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഞാൻ അങ്ങനെ ഓരോ തവണയും എൻ്റെ മാതാവിനെ ഇട്ട് ചുമന്ന് കൊണ്ടുപോയി മലമൂത്ര വിസർജന കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെ റൂമിൽ എന്നെ കൊണ്ടുവന്ന് കിടത്തുന്ന ഇക്കാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടമകൾ നിർവഹിച്ചവനായി മാറുമോ? മതിയോ? അങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, മതിയാവൂല, അതൊന്നും പോരാ. لأنها كانت تصنع بك ذلك وهي تمنى بقاءك. കുട്ടിയാകുമ്പോ നിനക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ മാതാവ് കൊതിച്ചതും ആഗ്രഹിച്ചതും ഇവൻ വലുതാകുമ്പോൾ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ടെന്നായിരുന്നു. എന്നാൽ വഅൻത തഫഅലു, നീ നിന്റെ ഉമ്മാനെ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് വതതമന്നാ ഫിറാഖഹാ, എപ്പോഴാണ് ഇവര് മരിക്കാന്ന് വിചാരിച്ചായിരിക്കും. എന്താണ് ഇത്രയും വയസ്സായി? ചില ആളുകളൊക്കെ അങ്ങനെ പല വഴിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, എന്തൊരു ശല്യാണ്, എന്നാണ് ഇതൊന്ന് തീർന്നു കിട്ടുക. അങ്ങനെ ചിന്തിക്കുന്ന മനോനിലയിൽ എത്തപ്പെടുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു വാർദ്ധക്യം പ്രായമെത്തുന്ന ഓരോ മനുഷ്യനും, മാതാവായാലും പിതാവായാലും ബന്ധുവായാലും അയൽവാസിയായാലും, ആ പ്രായത്തെയും അതിൻ്റെ അവശതകളെയും നമ്മൾ ഏറെ പരിഗണിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അനവധി പ്രാർത്ഥനകൾ നിങ്ങൾ വായിച്ചു നോക്ക്. ഓരോ പ്രാർത്ഥനയും ജാമിഉം മാനിഉമാണ്. ചെറിയ വാക്കായിരിക്കും, വലിയ ആശയങ്ങൾ നിറഞ്ഞതായിരിക്കും. ആ പ്രാർത്ഥനകളിലൂടെയാണ് നമ്മളും തന്നെ ജീവിതത്തിന്റെ യഥാർത്ഥ താല്പര്യത്തിലേക്ക് വരാനും എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ആശ്വാസം കണ്ടെത്താനുള്ളത് അള്ളാഹുവിലുള്ള തവക്കുൽ നിറഞ്ഞ പ്രാർത്ഥനയുമായി മാറേണ്ടതുണ്ട്. നബി തങ്ങൾ പ്രാർത്ഥിച്ചതായി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തഅവ്വദൂ ബികലിമാത്തിൻ, നിങ്ങൾ ഇനി പറയുന്ന കലിമത്ത് കൊണ്ട് രക്ഷ ചോദിച്ചു പ്രാർത്ഥിച്ചോളൂ. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു ബിഹിന്ന, നബി തങ്ങൾ ഈ കാര്യങ്ങൾ രക്ഷ ചോദിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. ഏതാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി, അല്ലാഹുവേ ഞാൻ ഭീരുവാകുന്നതിൽ നിന്ന് നിന്നോട് കാവലി ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ബുഖ്ലി, ധാരാളം പിശുക്കത്തരം കാണിക്കുന്നതിൽ നിന്ന് ഞാൻ കാവലി ചോദിക്കുന്നു. ഞാനൊരു ഭീരുവാകരുത്, ധൈര്യം കാണിക്കേണ്ടടുത്ത് ഭീരുവാകുക,
സ്വതക്ക ചെയ്യേണ്ടടുത്ത്, ധർമ്മം ചെയ്യേണ്ടടുത്ത് ഞാനൊരു പിശുക്കനായി മാറുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ കാവൽ ചോദിക്കുന്നു. അടുത്തത് വഅഊദു ബിക മിൻ അൻ അറുദ്ദ ഇലാ അർദലിൽ ഉമരി, പ്രായത്തിന്റെ വാർദ്ധക്യത്തിന്റെ അവശതകളിലേക്ക് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ കാവൽ ചോദിക്കുന്നു. ഈ ഒരു അവസ്ഥ, അത്രയും ദയനീയമായ അവസ്ഥയിലേക്ക് നീണ്ടുപോകുന്നതിൽ നിന്ന് നബി തങ്ങൾ പോലും കാവലി ചോദിക്കുക. വഅഊദു ബിക മിൻ ഫിത്നത്തിദ് ദുനിയാ വഅദാബിൽ ഖബർ, ദുനിയാവിന്റെ വിവിധങ്ങളായ ഫിത്നയിൽ നിന്ന്, ഖബറിന്റെ അദാബുകളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലി ചോദിക്കുകയാണ്. നബി തങ്ങളുടെ പ്രാർത്ഥനന്റെ ഫضل നോക്കൂ നിങ്ങൾ. സ്വന്തം മക്കളെ തിരിച്ചറിയാൻ സാധിക്കാത്ത ദുരിതപൂർണമായ ഒരു വാർദ്ധക്യം വരിക, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തപ്പെടുന്ന അവസ്ഥ വരിക, നേരാവണ്ണം ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാവുക, അങ്ങനെ പല നിലക്കുമുള്ള പ്രതിസന്ധികൾ കടന്നു വരുന്ന സമയത്ത് വയോവൃദ്ധരായ പാവപ്പെട്ട ഈ മനുഷ്യന്മാർക്ക് തണലാകുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. എല്ലാവരും നമ്മുടെ നാട്ടില്, അങ്ങാടിയില്, കടയിലൊക്കെ കാണുന്ന കുറെ വൃദ്ധരായ മനുഷ്യരില്ലേ, അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന ആളുകൾ ചിന്തിക്കുക. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ളവർ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ കയറി വരിക. നമുക്കൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ജാഅ ശൈഖുൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നു. യുരീദുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഫഅബ്തഅൽ ഖൗമു അൻ യുവസ്സിഉ ലഹു, ആ വൃദ്ധനായ മനുഷ്യൻ വരുമ്പോ ഒന്ന് വഴി കൊടുക്കാൻ, ഒന്ന് മാറിക്കൊടുക്കാൻ, ഒരു സ്ഥലം കൊടുക്കാൻ അല്പം ഒരു സാവകാശം ആ സദസ്സിലുണ്ടായിരുന്നവർക്കിടയിൽ സംഭവിച്ചു. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമായിരുന്നു, പക്ഷെ ഒന്നിങ്ങനെ ഒരു സാവകാശം കണ്ടു. നബി തങ്ങൾ ഉടൻ തന്നെ പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ, കുഞ്ഞുങ്ങളോട്, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. വലം യുവക്കിർ കബീറനാ, മുതിർന്നവരോട്, പ്രായമായവരോട് ഒരു ബഹുമാന ആദരവ് കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. നെഞ്ചത്ത് എഴുതി വെക്കേണ്ടുന്നൊരു വാക്ക്. കടയിൽ, അങ്ങാടിയിൽ, കുടുംബത്തിൽ, തക്കാരത്തിൽ, എവിടെ നമ്മൾ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളെ പരിചയമുള്ളവനാവാം, അല്ലാത്തവനാവാം, ഒരു പ്രായത്തിന്റെ ആധിക്യം അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യനോടുമുള്ള ഒരു ആദരവ്, പ്രായത്തിനോടുള്ള ആദരവ് കാണിക്കാത്തവരെ നമ്മുടെ കൂട്ടത്തിൽ അവനെ എണ്ണേണ്ടതില്ല. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാ, അള്ളാഹുവിന്റെ ഔന്നിത്യത്തിനെ മാനിച്ചുകൊണ്ട്, കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിൽ പെട്ടതാണ് ഇക്റാമദിശൈബത്തിൽ മുസ്ലിമി, മുസ്ലിമായ നരബാധിച്ച ഒരു മനുഷ്യനോട് ബഹുമാനാദരവ് കാണിക്കുക എന്നത്. അവർക്ക് അതിൻ്റെതായ ഒരു സ്റ്റാറ്റസ്, അത് കീപ്പ് ചെയ്യാൻ ബാക്കിയുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇസ്ലാമിന്റെ ചരിത്രം പറയാണ്, അത്രയേറെ പ്രായമെത്തിയ വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ, അവശതകൾ അനുഭവിച്ചവരെ സഹായിച്ച ഒട്ടനേകം ചരിത്രം വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരാ. പിൽക്കാലത്തുള്ളവരിത് പഠിച്ച് നന്നാകാൻ വേണ്ടിയിട്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്ത് നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് ചെന്നെത്തിയത് മദിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു, ഫലസ്തീനിന്റെ അടുത്തുള്ള മദിയൻ. ആ പ്രദേശത്ത് എത്തിയപ്പോ എല്ലാവർക്കും കുടിവെള്ളം വിതരണം ചെയ്യാണ്. പക്ഷേ 2 പെൺകുട്ടികൾക്ക് വെള്ളം കിട്ടുന്നില്ല. അവരെ ആളുകൾ അരികിലേക്ക് മാറ്റി നിർത്തിയിരിക്കുക. ഇത് കണ്ടപ്പോ മൂസാ നബി അവിടേക്ക് ചെന്നിട്ട് ഇവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ മാത്രം അങ്ങനെ മാറി നിൽക്കുന്നത്, എന്താ നിങ്ങൾക്ക് വെള്ളം കിട്ടാത്തത്? ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ആരും ഞങ്ങളുടെ കൂടെ വരാൻ പുരുഷന്മാരൊന്നുമില്ല, ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ ഉള്ളത് അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളെ വാപ്പ വൃദ്ധനായ മനുഷ്യനാ, അങ്ങനെ ഇങ്ങോട്ട് വരാനൊന്നും വയ്യ. ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെയും കൂട്ടിച്ചെന്നുകൊണ്ട് ആ നാട്ടുകാരോട് പറഞ്ഞു, ഇവർക്ക് വെള്ളം കൊടുക്കണം. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കോരി എടുത്തുകൊണ്ട് അവരുടെ പാത്രം നിറച്ചു കൊടുത്തു. അവര് പറഞ്ഞയച്ചു. വാപ്പ വയസ്സനാണ് എന്നറിഞ്ഞപ്പോ മക്കളെ വരെ ഒരു പ്രത്യേക പരിഗണന കൊടുത്തു വിട്ടു എന്നാ പറഞ്ഞത്. ചരിത്രം വീണ്ടും നമുക്ക് കാണാം. മക്ക വിജയ ദിവസം മക്ക നബി തങ്ങളുടെ കയ്യിലേക്ക് ഭരണം വന്ന സമയം, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ, നരബാധിച്ച വൃദ്ധനായ അബൂ ഖുഹാഫ നബിനെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ നബി തങ്ങൾ അവിടുന്ന് പറയാണ്, ലൗ അഖറർത ശൈഖ ഫീ ബൈതിഹി ലഅതൈനാ,
അല്ലെ? നമ്മളെത്ത് ഒരു വൃദ്ധൻ അപേക്ഷ തരാ, വീട് പണിയുണ്ട്, രോഗമുണ്ട്, ചികിത്സ ഉണ്ട്, അയാൾ നിങ്ങൾ ഇവിടെ വന്ന് തരണമെന്ന് പറയില്ലേ നമ്മള്? നബി തങ്ങൾ പറയാണ്, ഇത്രയും പ്രായവും ഇത്രയും പ്രയാസം അനുഭവിച്ചിരുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ കാണാൻ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. ഈ മനസ്സ് നമുക്ക് വേണം. അയാൾ എൻ്റെ അടുത്ത് വരട്ടെ എന്നൊരിക്കലും ചിന്തിക്കരുത്. അങ്ങോട്ട് കാണേണ്ടവനെ ആ ഒരു പ്രായമെത്തുമ്പോ പരിഗണിക്കാൻ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം നടത്തിയിരുന്ന കാലത്ത് ഒരു വൃദ്ധനായ മനുഷ്യൻ പള്ളിയുടെ വഴിയിൽ വന്നുകൊണ്ട് യസ്അലുന്നാസ്, യാചന നടത്തുക. ജൂതനാണ്, പള്ളിന്റെ മുമ്പ് നിന്നാണ് യാചന നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രായത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. അവർ ജീവിക്കുന്നത് യാചിച്ചു കൊണ്ടാണ്. തെരുവിലെ വഴിയോരങ്ങളിൽ കടന്ന് ജീവിക്കുന്ന വൃദ്ധരുണ്ട്. കടകളുടെ തിണ്ണയിൽ കടയുടെ ഷട്ടറൊന്ന് താഴ്ത്തി കിട്ടിയാൽ മൂടി പുതച്ച് ചാക്കിൽ കിടന്നുറങ്ങുന്ന വൃദ്ധരുണ്ട്. അവർക്ക് ഭാര്യയുണ്ട്, അവർക്ക് മക്കളുണ്ട്. പലർക്കും പുതിയ കാലഘട്ടത്തിൽ ഇനി എങ്ങോട്ടാണ്, എവിടേക്കാണ് ഈ കൗമ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു മനുഷ്യന്റെ ചോരത്തിളപ്പ് മുഴുവൻ കുടുംബത്തിന് കൊടുത്തിട്ട് അവസാനം ആ മനുഷ്യനെ ആ വീട്ടിനകത്തൊരു കട്ടിലിൽ ഒന്ന് കിടത്തി മാന്യമായി ഒന്ന് പരിചരിക്കാൻ പോലും പുതിയ തലമുറ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇനി എങ്ങോട്ടെത്തിപ്പെടും? ഈ ജൂതൻ ഇങ്ങനെ യാചന നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ഫഖാലമാ അൻസഫ്നാക്, അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ച് ഉമർ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്, കുന്നാ അഖദിനാ മിൻകൽ ജിസിയ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ യാചന നടത്തുന്നത്? നിങ്ങളുടെ ഒരു നല്ല കാലത്ത് നിങ്ങൾ ഞങ്ങൾക്ക് ജിസിയ തന്നതാണ്, നികുതി അടച്ച ഒരു മനുഷ്യനായിരുന്നു. ഉള്ള കാലത്ത് ഗവൺമെന്റിന് ജിസിയ നൽകിയ ആളാണ്. ഫീ ശൈബതിക, നിങ്ങളുടെ സുമ്മ ലയ്യനാക ഫീ കിബരിക, പിന്നീട് വൃദ്ധനായപ്പോ ഞങ്ങൾ നിങ്ങളെ കൈവടിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ യാചിക്കേണ്ട ആവശ്യമില്ല. സുമ്മ അജ്റാ അലൈഹി മിൻ ബൈത്തിൽ മാലി മാ യുസ്ലിഹുഹു, ബൈത്തുൽ മാലിൽ നിന്ന് ആ മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ സംഖ്യ എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട പ്രായമല്ല. നമ്മുടെ സർക്കാരുകൾ, മതസംഘടനകൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇരുന്ന് തലയിൽ കൈവച്ചിട്ട് ആലോചിക്കേണ്ട കേസാണ്. ഒറ്റപ്പെടുത്തപ്പെടുന്ന, പുറന്തള്ളപ്പെടുന്നു, അല്ലെ? നാട്ടിലെ മാലിന്യങ്ങൾ വരെ എടുത്തുകൊണ്ടുപോകാൻ 50 രൂപ കൊടുത്താൽ വീട്ടിലെ മാലിന്യങ്ങൾ വരെ എടുത്തുകൊണ്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ആയുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടവർ പുറത്ത് റോഡരികിൽ തള്ളപ്പെട്ട കാഴ്ച ഇന്ന് നമ്മുടെ വേദനിക്കുന്ന രംഗമായി കാണുകയാണ്. മാത്രമല്ല, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഭരണാധികാരിയായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു എഴുതി കരാറുണ്ടാക്കാൻ പോവുകയാണ് ഇറാഖിൽ. ആരുമായിട്ട്? ഇറാഖിൽ അന്ന് ക്രിസ്ത്യാനികൾ കൂടുതലാണ്. ആ കരാർ എഴുതുന്ന സമയത്ത് വകാനോ മിനൻ നസാറ വജഅലതു ലഹും അയ്യമാ ശൈഖൻ ലഅഫ മിനൽ അമൽ, അവിടുന്ന് ഒരു കരാർ എഴുതുകയാണ്. അവശത അനുഭവിക്കുന്ന വൃദ്ധന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മുസീബത്ത് സംഭവിച്ച് കിടപ്പിലായവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമ്പത്ത് മുഴുവൻ നശിക്കപ്പെട്ട് ദരിദ്രനായി മാറിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഗവൺമെന്റ്, ഈ ഇസ്ലാമിക ഗവൺമെന്റ് അവരുടെ നികുതി ഒഴിവാക്കുന്നതാണ്. ഫ്രീ യാത്രയെ പറ്റി ചിന്തിക്കണം. വൃദ്ധനാണോ ഫ്രീ യാത്ര? വൃദ്ധനാണോ ക്യൂവിൽ അയാൾക്കൊരു സ്ഥാനം ഉണ്ടാകാൻ പാടില്ല. ക്യൂ നിൽക്കാതെ അദ്ദേഹത്തിന് കയറിപ്പോകാൻ കഴിയണം. എവിടെയും എത്ര പഞ്ചായത്ത് ഓഫീസുകൾ, വില്ലേജ് ഓഫീസുകൾ നോക്കി, തിണ്ണകളിൽ, വഴിയോരങ്ങളിൽ ഒരു ചെറിയ അപേക്ഷാ ഫോമും പിടിച്ച് മണിക്കൂറുകൾ വെയിൽ കൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ എന്തിനെന്റെ പ്രിയപ്പെട്ട കേരളീയരായ പ്രബുദ്ധരായ നമ്മളൊക്കെ നോക്കുകുത്തികളായി മാത്രം മാറുകയല്ലാതെ എന്ത് മാർഗമാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്? അഞ്ചാമത്തെ സംഭവം ചരിത്രം പറയണേ, ഗുഹയിൽ അകപ്പെട്ട് പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ, എന്റെ വീട്ടിൽ വൃദ്ധരായ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ കാനലി അബവാനി ശൈഖാനി കബീറാൻ, വൃദ്ധരായ ഉമ്മയും ബാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. അവര് ഭക്ഷണം കഴിക്കാതെ ഞാൻ ഉറങ്ങൂല, അവർക്ക് പാല് കൊടുക്കാതെ ഞാൻ ഉറങ്ങൂല എന്ന അവരുടെ വാർദ്ധക്യത്തിൽ ഞാൻ അവരെ നല്ലവണ്ണം നോക്കിയവനാണ്. റബ്ബേ, എന്റെ ഈ പ്രയാസം എനിക്ക് മാറ്റിത്തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഗുഹയുടെ വാതിലുകൾ നീങ്ങുകയും ചെയ്ത ചരിത്രം ഹദീസുകളിലുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ഗൗരവം ഈ വിഷയത്തിന് കൊടുക്കാത്തതെന്നാണ്.
ഇസ്ലാമാകുന്ന ഈ മതത്തിന്റെ സവിശേഷത സദസ്സിലൊക്കെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കി ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ വായിക്കണം. ഇസ്ലാമിൽ പ്രായമായ വൃദ്ധരായ മനുഷ്യർക്ക് ആരാധനകളിൽ വരെ ഇളവിട്ട് അനുവദിച്ചു കൊടുത്തു. എന്താണത്? വല്ലാത്തൊരു പരിഗണനയല്ലേ? നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ വന്നാൽ നീ ഇരുന്ന് നിസ്കരിച്ചാ മതി, ഇരിക്കാൻ കഴിയാതെ വന്നാൽ കടന്നിട്ട് നിസ്കരിച്ചാ മതി. എന്തൊരു ഘട്ടം മനുഷ്യനുണ്ടാവും ഓർമ്മപ്പെടുത്തിയല്ലേ? ഒരാൾ ഇമാമ് നിൽക്കുന്ന സമയത്ത് ബാക്കിൽ ഒരുപാട് വൃദ്ധരായ മനുഷ്യരുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ സുദീർഘമായ സൂറത്തുകൾ ഓതാൻ പാടില്ല. ബാക്കിൽ വയസ്സന്മാരുണ്ട്, രോഗികളുണ്ട്, കുട്ടികളുണ്ട് എന്നൊക്കെ കണ്ടാൽ ഇമാമ് ചെറിയ സൂറത്തുകൾ ഓതണം. ഇതൊക്കെ ഇസ്ലാം എന്തിനാ ഇബാദത്തിൽ വരെ ഇത്ര വലിയ ഇളവുകൾ കൊടുത്തത് എന്തിനാ? പ്രായാധിക്യം കൊണ്ട് ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് കഷ്ടപ്പെടുത്തി നോമ്പെടുപ്പിക്കണ്ട, ഫിദിയ കൊടുത്താൽ മതി. നോറ്റ് കൂട്ടാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് അവർ ഫിദിയ കൊടുത്താൽ മതി. ഇസ്ലാം കൊടുത്ത ഇളവാണ്. ഒരാൾ പ്രായത്തിന്റെ അവശതയിലായി നല്ല കാലത്തൊന്നും ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞില്ല, അയാളത്ത് നല്ല സമ്പത്തുണ്ട്, പക്ഷെ ഇപ്പോൾ ഒരു ഹജ്ജിന് പോകാൻ പറ്റിയ അവസ്ഥയിലല്ലെങ്കിൽ പകരം അദ്ദേഹത്തിന് പകരമായി മറ്റൊരാൾ ഹജ്ജ് നിർവഹിക്കാം. ഇസ്ലാം ആരാധനയിൽ വരെ ഇളവ് കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ചില മനുഷ്യന്മാരുണ്ട്, ഓല് വാപ്പാനും ഉമ്മാനെയും ഹജ്ജിനും ഉംറക്കും പറഞ്ഞയക്കാൻ വേണ്ടി അവരുടെ നല്ലപ്പം പ്രായത്തിൽ ഒന്നും അവർക്ക് ആർക്കും സൗകര്യം ഉണ്ടായില്ല. വയസ്സായി ഇനി ഒരു രക്ഷയില്ലാതെ വരുമ്പോ എന്നാൽ ഇനി ഒരു ഹജ്ജ് ആയിക്കോട്ടെ, ഇന്നൊരു ഉംറ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കും. എന്നാ കൂടെ പോകുവോ? ഇല്ല. മക്കള് സൗദിയിലുണ്ട്, ഒരു 3 ദിവസം ലീവ് എടുത്ത് വരാൻ പറ്റുമോ? അതിനും വയ്യ. ഒക്കെ അമീറിനെ അങ്ങോട്ട് ഏൽപ്പിച്ച് കുറച്ച് പൈസക്ക് ട്രാവൽസിൽ ഏൽപ്പിച്ച് എല്ലാം നിങ്ങൾ നോക്കണം എന്നും പറഞ്ഞ് 4-5 മക്കളുള്ള വാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ അവസ്ഥ കണ്ട് നോക്കുകയാണ്. എന്നിട്ട് ആ സാധുക്കൾ എത്ര 400-500 മീറ്ററൊക്കെ നടന്ന് ഓരോ വക്തിനും ഇങ്ങനെ പോയി വരുന്നു. ഓരോ അംഗങ്ങൾ 10-12 കൊല്ലമായി നമ്മളൊക്കെ നേർക്കാഴ്ചയായിട്ട് മലയാളികളുടെ ഹജ്ജ് സംഘങ്ങളെ ഉംറ സംഘങ്ങളെ കാണുമ്പോൾ എപ്പോഴും പറയണമെന്ന് തോന്നുകയാണ്, വയസ്സുകാലത്ത് തൻ്റെ ഉമ്മാനെ ഉപ്പാനെ സ്നേഹിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒറ്റക്ക് തള്ളിവിടുന്നവർ ചെയ്യുന്നത് വല്ലാത്തൊരു ക്രൂരതയാണ്. അവിടെയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇസ്ലാം പറയാണ്, ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ സ്വതക്ക ചെയ്യുക. ഏറ്റവും നല്ല സ്വതക്ക എന്ന് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന ഒരാൾ ചോദിക്കണം, ഈ സ്വതഖത്തി അഅ്ലം, നബി ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്ന സ്വതക്ക ഏതാ? ഫഖാല, നബി പറഞ്ഞു, അൻത സ്വദ്ദഖ, ദാനം ചെയ്യലാണ്, വ അൻത സ്വഹീഹുൻ, നല്ല ആരോഗ്യമുള്ള സമയത്ത്, ഷഹീഹുൻ, അതുപോലെ തന്നെ നിനക്ക് പണത്തിനോട് നല്ല താല്പര്യമുള്ള സമയത്ത്, തഖ്ശൽ ഫഖറ, ദാരിദ്ര്യം വരുമോ എന്ന് പേടിക്കുന്ന സമയത്ത്, നല്ല പണക്കാരനാകണമെന്ന് കൊതി തോന്നുന്ന സമയത്ത് നീ ദാനം ചെയ്യും. ഇനി ഒന്നും ചെയ്യാല്ല, അവസാനായി ഇനി എണീറ്റ് നടക്കാൻ കഴിയില്ല, എന്നാ ഇനി കുറെ സ്വതക്ക ചെയ്യാം എന്നതിനേക്കാൾ പ്രതിഫലമാണ് എല്ലാ കഴിവുമുള്ള സമയത്ത് നീ ദാനം ചെയ്യൽ. വലാ തുമഹിൽ ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖും, തൊണ്ടക്കുഴിയിലേക്ക് മരണത്തിന്റെ വേദന വരാൻ കാത്തു നിൽക്കരുത്. നല്ല സമയം നോക്കിയിട്ട് ദീനിന് വേണ്ടി ചെയ്തോ. കാരണം നീ അന്ന് പറയും, ഖുൽതുലി ഫുലാനിൻ കദാ വലി ഫുലാനിൻ കദാ, അവസാനം കിടപ്പിലായി മരിക്കുന്നു തോന്നുമ്പോ ആശുപത്രിയിൽ വന്നിട്ട് അത് ഇന്നാൾക്ക് കൊടുക്കണട്ടോ, അത് ഇന്നാൾക്ക് കൊടുക്കണട്ടോ. ഹദീസ് പറഞ്ഞ വാക്കാണ്, നീ അതിനി പറയേണ്ട ആവശ്യമില്ല, അത് അധികം വൈകാതെ കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ളതായിട്ടുണ്ട്. ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. ഇസ്ലാം വലിയ പരിഗണനയാണ് നൽകിയത്. ഒരു സദസ് ഇങ്ങനെ കൂടിയിരിക്കുക, അവിടെ ഒരു അഭിപ്രായം പറയേണ്ട അവസരം വന്നാൽ നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ്, അവിടെ അഭിപ്രായം പറയാനുള്ള ഒന്നാമത്തെ അവകാശം അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ്. ഒരു സദസ്സുണ്ട്, ആ സദസ്സിൽ ഒരു സാധനം വിതരണം ചെയ്യാണ്, ഒരു കിറ്റാവാം, എന്തെങ്കിലും ഒരു സാധനം, അതിലേറ്റവും പരിഗണന കൊടുക്കേണ്ടത് അതിലെ വൃദ്ധനായ മനുഷ്യനാണ്. ഇമാമ് നിൽക്കേണ്ട ഒരു സദസ്സ്, പള്ളിയിൽ ഇമാമ് നിൽക്കണം. ആര് ഇമാമ് നിൽക്കണം? നന്നായി ഖുർആൻ അറിയുന്നവൻ, അല്ലെങ്കിൽ ജിഹാദിൽ പങ്കെടുത്ത ഒരാൾ, ഹിജ്റയിൽ പങ്കെടുത്ത ഒരാൾ. അതുമല്ലെങ്കിൽ 3-ാമത്തെ സ്ഥാനം ആ സദസ്സിലെ ആ പള്ളിയിലെ ഏറ്റവും പ്രായം ചെന്ന മനുഷ്യനാണ് ഇമാമത്തിന് പോലും പരിഗണന കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലവണ്ണം ഇരുന്ന് മനസ്സിരുത്തി ഞാൻ ഈ വിഷയത്തിന്റെ മർമ്മഭാഗങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. പുതിയ കാലഘട്ടങ്ങളിലെ ഇഷ്യൂസും അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കിയാൽ വേണ്ടതുപോലെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ? ലൈസ മിന്നാ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. മല്ലം യുവക്കിർ കബീറന, വലിയവരെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ എന്ന് പറഞ്ഞതിൽ
നമ്മളൊക്കെ പെടുവോ എന്ന് ഇരുന്നൊന്ന് മനസ്സിരുത്തിക്കൊണ്ട് ആലോചിക്കാനും നല്ല അർഹിക്കുന്ന പരിഗണനയോടെ അവരെ കാണാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച നിയമ കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മതത്തിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാം മഹത്തായ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സമ്പാദ്യം, പണം ഹലാലാവുക എന്നത് വലിയ പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യന്റെ ഇബാദത്തുകൾ സ്വീകരിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡമാണ് അയാളുടെ സമ്പത്ത് ഹലാലായിരിക്കണം. ഒരാളുടെ മക്കളെ വളർത്തുന്നതിൽ അയാൾക്ക് പുണ്യം കിട്ടണമെങ്കിൽ അയാളുടെ സമ്പത്ത് ഹലാലായിരിക്കണം. ഒരാളുടെ പ്രാർത്ഥനകൾക്ക് ജവാബ് കിട്ടണമെങ്കിൽ, ഉത്തരം കിട്ടണമെങ്കിൽ അയാൾ ഹലാലായ സമ്പാദ്യം കൊണ്ട് ജീവിക്കുന്നവനായി മാറണം. അല്ലാത്തവരുടെ സമ്പാദ്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഹറാമായ സമ്പാദ്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവന്റെ എല്ലാ ഇബാദത്തും ബാത്തിലാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ ഏറെ സുപരിചിതമായ ചില ഹറാമായ സമ്പാദ്യ രീതികളുണ്ട്. രണ്ടെണ്ണം വേണമെങ്കിൽ ഇപ്പൊ പറയാം. ചക്കരക്കല്ലിലും പരിസരത്തൊക്കെ നമുക്ക് നേർക്കാഴ്ചയായി കാണുന്ന, ഒരു പക്ഷെ എന്നെ കുറിച്ചാണോ ഈ പറയുന്നത് എന്ന് തോന്നിപ്പോകുമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഒന്ന്, സ്വർണവുമായി ബന്ധപ്പെട്ട തെറ്റായ ഇടപാട്. രണ്ട്, ലോട്ടറി. സ്വർണവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വായിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. സ്വർണവുമായി ബന്ധപ്പെട്ട അതിന്റെ വിലക്കയറ്റവും അതിങ്ങനെ ലക്ഷത്തിലേക്ക് എത്തുന്നത് ഇങ്ങനെ ദിവസവും മാർക്കറ്റ് നോക്കി ഇരിക്കുകയാണ്. സ്വാഭാവികമായും വില കൂടുന്ന ഒരു വസ്തുവിനെ നന്നായി ചൂഷണം ചെയ്യുന്ന ഒരു പ്രകൃതി മലയാളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും നബിതങ്ങൾ പറഞ്ഞു, ഖൈബർ യുദ്ധം നടന്നതിന്റെ വേളയിൽ ഒരു ചെറിയ ഇടപാട് നടന്നപ്പോൾ നബിതങ്ങൾ അവിടെ ആ സൂചന കൊടുത്തു, ലാ തബീഉ ദഹബ ബിസ്ദഹബി ഇല്ലാ വസിനം ബിവസിൻ. നിങ്ങൾ സ്വർണത്തെ വിൽക്കാൻ പാടില്ല അതിന്റെ തൂക്കത്തിനനുസരിച്ചല്ലാതെ. അങ്ങനെ പറഞ്ഞാൽ സ്വർണത്തിന്റെ ഇടപാടുകൾ തുല്യത്തിന് തുല്യമായിരിക്കണം. കൈകൊണ്ട് കൊടുത്ത് കൈകൊണ്ട് മേടിക്കുന്നതായിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ, വ്യക്തമാക്കി പറഞ്ഞാൽ ഉലമാക്കന്മാര് പറഞ്ഞു, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, സ്വർണം വിൽക്കുന്നതും വാങ്ങുന്നതിനും തുല്യത്തിനു തുല്യമായിരിക്കണം. എൻ്റെ അടുത്ത് പണ്ട് സ്വർണ്ണം എടുത്തപ്പോ 30,000 രൂപക്ക് എടുത്ത സ്വർണ്ണം ഇരിക്കുന്നുണ്ട്. ഞാൻ കടയിൽ പോയി ആ സ്വർണം കൊടുക്കുന്നു, 4.5 പവന്റെ സ്വർണം കൊണ്ടുപോയി കൊടുക്കുന്നു. പകരമായി പുതിയ 4.5 പവൻ സ്വർണമാണ് നമ്മൾ മേടിക്കേണ്ടത്. അത് തരുവോ? തരൂല. എങ്കിൽ ആ ഇടപാട് പാടില്ല. 5 പവൻ പഴയ സ്വർണം കൊടുത്താൽ 5 പവൻ പുതിയ സ്വർണം കിട്ടുമോ? മേടിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണം കൊടുക്കുക, അതിന്റെ കാശങ്ങ് മേടിക്കുക. എന്നിട്ട് നമ്മുടെ കാശ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ വേറെയും എക്സ്ട്രാ കാശൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്തിട്ട് നമുക്ക് വേണ്ടുന്ന പുതിയ സ്വർണം മേടിക്കുക എന്നല്ലാതെ ആ നിലക്കുള്ള എക്സ്ചേഞ്ച് സംവിധാനങ്ങൾ പാടില്ലാത്തതാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്, ചില ആളുകളൊക്കെ സ്വർണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എടുക്കണമെന്ന ആഗ്രഹമുണ്ട്. നല്ല സമ്പത്തിൽ. അതുകൊണ്ട് എന്ത് ചെയ്യും? കടക്കാരുടെ അടുത്ത് റൊക്കം കാശ് കൊടുക്കാതെ സ്വർണം മേടിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അത് കച്ചവടക്കാർക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. എന്തുകൊണ്ട് പറ്റില്ല? സ്വർണം എന്നത് യദംബിയതിൻ, കാശങ്ങ് കൊടുക്കുന്നു, സ്വർണ്ണം അങ്ങോട്ട് മേടിക്കുന്നു. പകരമുള്ള സംവിധാനമല്ല. കടം പറയാൻ പോലും പാടില്ലാത്ത ഫീൽഡാണ്. നമ്മളോ പാവപ്പെട്ട കുടുംബമാണ്, അത് മറ്റവനാണ് ഇവനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെക്കമെൻഡേഷന് പോയാൽ നമ്മളും കൂടി പെടുകയാണ്. പിന്നെ എങ്ങനെയാ സ്വർണ്ണം എടുക്കേണ്ടത്? എത്രയാണോ നമ്മുടെ കയ്യിൽ കാശുള്ളത് ആ കാശിന് എടുക്കാൻ പാടുള്ളൂ. ചില ആളുകൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെന്റ് സംവിധാനം ഉണ്ടാകും. ഒരു മാസം 5,000 റുപ്യ അടക്കുക. അങ്ങനെ 10 മാസം അടച്ചപ്പോ 50,000 രൂപയായി. ആദ്യ മാസത്തെ സ്വർണത്തിന്റെ വില അനുസരിച്ച് 10-ാം മാസം പോയിട്ട് 50,000 എടുക്കാൻ പറ്റൂല.
റൊക്കം കാശ് കൊടുക്കുക, അതിന് മാത്രം സ്വർണം മേടിക്കുക. 3, ഈ ഹദീസുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശദീകരണം കാണാൻ സാധിക്കും. ഒരാളുടെ സ്വർണ്ണാഭരണത്തിന്മേൽ കല്ലുമുണ്ട്, ബാക്കി സ്വർണവുമുണ്ട് എങ്കിൽ അത് വിൽക്കുന്ന സമയത്തും മേടിക്കുന്ന സമയത്തും കല്ലിന്റെ വേറെ തൂക്കം കിട്ടണം, സ്വർണത്തിന്റെ വേറെ തൂക്കം കിട്ടണം. എല്ലാം കൂടി ഒറ്റയടിക്ക് പോകാൻ പറ്റില്ല. 4, സ്വർണം, വെള്ളി, കറൻസി എന്നീ സാധനങ്ങൾ വേണമെങ്കിൽ കടം അനുവദിച്ചതാണ്. എൻ്റെ കയ്യിലുള്ള 10 പവൻ സ്വർണം എനിക്ക് വേണമെങ്കിൽ ഒരാൾക്ക് കടം കൊടുക്കാം. അയാൾ എനിക്ക് തിരിച്ചു തരേണ്ടത് അതേ തൂക്കമുള്ള 10 പവൻ സ്വർണമായിരിക്കണം. ഇത്രയും കാലം ഉപയോഗിച്ചില്ലേ, ഇത്രയും മൂല്യല്ലേ, ഇപ്പൊ വിലക്ക് കൂടിയില്ലേ, അതുകൊണ്ട് നീ ഒരു അരപ്പവൻ കൂടെ എനിക്ക് കൂടുതൽ തരണമെന്ന് പറഞ്ഞാൽ അത് പലിശയായി. സ്വർണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പലിശന്റെ മേഖല, ബാങ്കിൽ മാത്രമല്ല പലിശ വരിക, ഇടപാടിലൊക്കെ അത് വരും, അത് സൂക്ഷിക്കണം. 2-ാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിലക്കിയതാണ് ഖംർ വൽ മൈസിർ. കള്ളിന്റെ കൂടെയാണ് ചൂതാട്ടെണ്ണിയത്. ഇന്നമൽ ഖംറു വൽ മൈസിറു, അല്ലേ, മദ്യവും ചൂതാട്ടവും രിജ്സും മിൻ അമലി ശൈത്താൻ. അതിന്റെ ബാക്കി കാണാം, പൈശാചികമായ പ്രേരണയാണ്. മദ്യം ലഹരിയാണ്, ചൂതാട്ടം ലഹരിയാണ്. മദ്യം കുടിക്കുന്നവൻ അത് കിട്ടിയില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല. ലോട്ടറിക്കാരന് അത് എടുക്കാതെ ഒരു ദിവസം കൊണ്ട് ഉറങ്ങാൻ പറ്റുമോ? ഇന്ന് ഞാൻ എടുത്തെങ്കിൽ ഇന്നടിക്കും, ഇന്നടിച്ചില്ലെങ്കിൽ അവൻ വിചാരിക്കും നാളെ എനിക്കടിക്കും. കൊല്ലങ്ങൾ അയാൾ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് അധ്വാനിച്ച പണം കൊണ്ടിട്ട് ഈ ചൂതാട്ടത്തിനാണ് കൊടുക്കുകയാണ്. ചൂതാട്ടം എന്നത് അന്ന് അറബികൾക്കിടയിലുമുണ്ട്, ഇന്ന് നമുക്കിടയിലുമുണ്ട്. അന്ന് ഖുർആന്റെ ആയത്തിറങ്ങി വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, മദ്യത്തിലും ചൂതാട്ടത്തിലും ഉപകാരത്തിനേക്കാളേറെ ഉപദ്രവമാണ്. എന്തിനാ ലോട്ടറി എടുക്കണത്? അത് പാവപ്പെട്ട ഒരുപാട് രോഗികളെ സഹായിക്കുന്ന കാരുണ്യല്ലേ? അതല്ലടാ കാരുണ്യം. കാരുണ്യത്തിന് വേറെ പദ്ധതികളുണ്ട്. ഹറാമായ നീ കുറേ കള്ളുഷാപ്പ് എടുത്തിട്ട് പാവങ്ങളെ സഹായിക്കാനെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ചൂടാട്ടത്തിലൂടെ നീ പാവങ്ങളെ സഹായിക്കണ്ട. അതിന്റെ വേറെ വ്യത്യസ്ത ബാബുകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന. എന്തിനാണ് ഇതിന്? ആ വാക്കിലുണ്ട് മൈസിർ, എളുപ്പത്തിൽ പണമുണ്ടാക്കുന്നത്. ആ സാധനങ്ങളൊക്കെ പെട്ടു. ഗൾഫുകാരനായ പ്രവാസികള് എയർപോർട്ടിൽ ബിഗ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നടക്കുക. റൂമിൽ എല്ലാവരും കൂടി ഷെയറാണ്, 10 ആളുണ്ട്. അങ്ങനെ 500 ആക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. മാസം ഇപ്പൊ കിട്ടും എന്ന് കാത്തിരിക്കും. അങ്ങനെ ഏറെക്കുറെ മലയാളിക്ക് 8 കോടി അടിച്ചു, 10 കോടി അടിച്ചു. കൊടുക്കുന്നത് 200 ദിർഹമാണ്, കിട്ടുന്നത് കോടികളാണ്. അതുകൊണ്ടാണ് പറ്റാത്തത്, അതുകൊണ്ടാണത് പാടില്ലാത്തത്. ലാഭത്തിൻ്റെതായ അമിതമായ അവസ്ഥകളിൽ ഒരു പണിയും എടുക്കാതെ അധ്വാനമുണ്ടാക്കുന്ന അവസ്ഥകൾ, അതുകൊണ്ട് രിജ്സും മിൻ അമലി ശൈത്താൻ, മനുഷ്യനെ ഒരു പൈശാചികതയിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് വിൽക്കാനും പറ്റൂല, അത്തരം സാധനങ്ങൾ വാങ്ങാനും പറ്റൂല. അതിലേക്ക് ചേർത്ത് പറ്റാവുന്ന കുറേ നറുക്കെടുപ്പുകളും പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപിക്കും. എല്ലാം അതിലേക്ക് ചേർക്കല്ല, അത് പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാനം എന്താ? ആർത്തിയാണ്. നല്ല പൈസ ഉണ്ടാകണം എന്നുള്ള ആർത്തിയാണ്. അത് നബി തങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നബി അതാ അവിടുന്ന് കാവല് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ബഅ, എത്ര കിട്ടിയാലും മതിവരാത്ത ഒരു മനസ്സാകുന്നതിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് കാവല് ചോദിക്കുന്നു. ഒരാർത്തിഭ്രാന്തനായി മാറരുത്. യാത്ര കിട്ടിയാലും തീരാത്ത മനസ്സായി നീ മാറരുത്. ഉള്ളത് കൊണ്ട് നീ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഉടമയായി മാറ്. അതുകൊണ്ട് നിസ്കരിക്കണം, നോമ്പ് വെക്കണം, പള്ളിയിൽ വരുന്ന ജുമുഅക്ക് ഒരു മനുഷ്യനും ലഹരി പറ്റാത്തതുപോലെ, ഖംർ പറ്റാത്തതുപോലെ ചൂതാട്ടത്തിന്റെ ലോട്ടറിയും അനുബന്ധമായ സംസ്കാരങ്ങളും പറ്റില്ലെന്ന് പറയാൻ നിങ്ങൾ ആരുടെ മുമ്പിൽ ഒരു കമ്മിറ്റിന്റെയും അധികാരം കാത്തിരിക്കേണ്ട. ഞങ്ങൾക്കൊക്കെ പറയാം, ഇസ്ലാം അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹറാമായ ഷർറായ നമുക്ക് ദോഷം വരുത്തുന്ന, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന എല്ലാവിധ ദുഷിച്ച അവസ്ഥകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു പള്ളി, അതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെല്ലാം നേരിട്ട് അറിയുന്ന, എല്ലാ ആഴ്ചകളിലും നമ്മൾ ഒരുമിച്ച് കാണുന്നവരാണ്. ഇതൊന്ന് മുന്നോട്ട് പോകണം. ഇതിന്റെ മുന്നോട്ട് പോക്കിൽ വലിയ ഒരു സഹായം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതിന്റെ കൃത്യമായ നടത്തിപ്പും ഇവിടുത്തേതായ മെയിൻ്റനൻസും അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും ഒരു സഹായമുണ്ടെങ്കിൽ, ഇത്രയും വിശാലമായി സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത് അല്ലാഹുവിന്റെ മഹത്തായ പ്രതിഫലം പ്രതീക്ഷിച്ച് ഇതിനു വേണ്ടി സഹായിച്ചവരാണ്. ഇനിയും
ഇത്തരത്തിൽ നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ സഹായിക്കാൻ ഇനിയും മുന്നോട്ട് വരണമെന്ന് മാത്രം ഓർപ്പെടുത്തുകയാണ്. പള്ളി പരിപാലന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന, സഹകരിക്കുന്ന പുറത്തും അകത്തുമുള്ള എല്ലാവർക്കും അള്ളാഹു വലിയ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗിയായ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്, നമ്മുടെ പരിസരത്തുള്ളൊരു വ്യക്തിയാണ്. അള്ളാഹു ആ ചെറുപ്പക്കാരന് വേഗത്തിൽ പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുട്ടം സ്വദേശിയായ നമ്മുടെ സക്കരിയ സാഹിബ്, അദ്ദേഹത്തിന്റെ ഒരു ബന്ധു കിഡ്നി പേഷ്യന്റായ ഒരു അതീവ ഗുരുതര പ്രയാസം അനുഭവിച്ചുകൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ രോഗിക്ക് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ചുഴയിലുള്ള നമ്മുടെ സഹോദരൻ സുഹൃത്ത് സമീർ സാഹിബിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റ് ചികിത്സയിലാണ്, ആശുപത്രിയിലാണ്, 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. അത്ഭുതകരമായ ഒരു റിസൾട്ട്, അള്ളാഹുവിന്റെ പൂർണ്ണമായ ഒരു തിരിച്ചുവരവുള്ള ഒരു ശിഫ അള്ളാഹു അദ്ദേഹത്തിന് രോഗിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു നിരാശയും കൂടാതെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വിജയം സുനിശ്ചിതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനികളായ നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും ക്ഷമയും പ്രതിഫലവും നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, ബന്ധുക്കളിൽ, പ്രിയപ്പെട്ടവരിൽ മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട പ്രായമായ മാതാപിതാക്കൾ, ബന്ധുക്കൾ എല്ലാവർക്കും എല്ലാ ത്വാക്കത്തുള്ള ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കുറവുകൾ, പോരായ്മകൾ അവൻ പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين. ബഹുമാനിരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും ദിനം പ്രതി വയസ്സന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ വർഷവും നമുക്കെല്ലാവർക്കും ഓരോ വയസ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മളൊക്കെ വയസ്സന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിന്റെ പ്രായമെന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന്. നമ്മളെ നാട്ടിൽ പൊതുവെ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ ഒരു ആദരവും ഒരു പദവിയും ഒക്കെ കൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അവർ സീനിയർ സിറ്റിസൺ ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഈ പ്രായങ്ങളിലൊക്കെ എത്തിയ നമ്മൾ വയോജനങ്ങൾ, വയോധികർ എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ ഒരു പ്രായത്തിലേക്ക് എത്തിയ ആളുകൾ, അവരുടെ ഒരു മനോഗതി എന്താണ്? അത് നമ്മൾ ആ നിലക്ക് പ്രായമുള്ള ആളുകളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഘട്ടത്തിൽ നിരാശയാണോ ഉള്ളത് അതോ ആശയാണോ ഉള്ളത്? ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ എന്ത് മനോഭാവമാണ് നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? അതില് ഒരുപാട് ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി പോകുന്നത് കാണാം. എന്നാൽ മഹാഭൂരിപക്ഷത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുള്ള ഒരു കാര്യം, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ പറയും, എന്താ നിരച്ചില്ലേ, നമ്മളെ കാലം കഴിഞ്ഞില്ലേ, ഇനി നമ്മളെ ആർക്ക് വേണം, ഇനി വീട്ടിലും നാട്ടിലൊക്കെ ഒരു ഭാരമായിട്ട് അങ്ങനെ ജീവിക്കുക എന്നല്ലാതെ. ഇങ്ങനെയുള്ള ഒരു വളരെ നെഗറ്റീവ് ടോണിലൂടെയാണ് പലപ്പോഴും ആളുകൾ സംസാരിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് അവന്റെ ആയുസ്സിന്റെ അവസാന കാലം എന്ന് പറയുന്നത് കൂടുതൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും ഒക്കെ നാളുകളായിരിക്കണം എന്നതാണ് ഒരു ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മൾ ഈ വയസ്സിനെ, ഈ കാലഘട്ടത്തെ നമ്മൾ കാണേണ്ടത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ മുൻകാലത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ ദീർഘമായി ക്യൂ നിന്നിരുന്നു. 1-2 ഘട്ടം ഒന്ന് നോട്ട് നിരോധിച്ച സമയത്ത് അത് മാറാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം ക്യൂ നിന്നിരുന്നു. രാജ്യത്ത് മൊത്തം ആളുകൾ ക്യൂലായി. ഒരുപാട് ആളുകൾ അതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുക ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏതൊരു സമയത്ത് മൊബൈലിന്റെ സിമ്മ് വരുന്ന സമയത്ത് ആളുകൾ രാവിലെ തന്നെ പോയി ക്യൂ നിന്ന് ഉച്ചവരെയൊക്കെ ക്യൂ നിന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമ്മൾ പല സ്ഥലത്തും എന്ത് ചെയ്യാറുണ്ട്, കുറെ നേരം ക്യൂ നിൽക്കാറുണ്ട്.
അറിയപ്പെടുന്ന ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാനും ടോക്കൺ കിട്ടാനും വേണ്ടി രാത്രി ഒരു റൂം എടുത്ത് നിന്ന് രാവിലെ പോയി ക്യൂ നിൽക്കാറുണ്ട്. അങ്ങനെയൊക്കെ ക്യൂ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് അവസാനം ആ കൗണ്ടറിന്റെ അടുക്കലേക്ക് എത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷമല്ല ഉണ്ടാകുന്നത്. ആ കൗണ്ടറിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് സന്തോഷമല്ല ഉണ്ടാകുന്നത്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഭയങ്കര ഖേദവും നിരാശയും പ്രയാസവും ബുദ്ധിമുട്ടും ആലസ്യവും അസ്വസ്ഥതയും ഒക്കെയാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ നമുക്ക് എന്തോ കാര്യമായ തകരാറ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അതായത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ എടുത്തു നോക്കിയാൽ അവന്റെ ബാല്യകാലം, കൗമാരകാലം, അങ്ങനെ യുവത്വകാലം, അങ്ങനെ അങ്ങനെ അവൻ മുന്നോട്ട് പോവുകയാണ്. അത് ശരിക്കൊരു ജീവിതമാകുന്ന ക്യൂ ആണ്. ആ ക്യൂവിൽ നമ്മൾ പൊരി വെയിലത്ത് നിന്നു. യുവത്വ കാലഘട്ടത്തിൽ ഒരുപാട് അധ്വാനിച്ചു, പ്രയാസപ്പെട്ടു, ഓടി നടന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിന്റെ ഒരു അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിന്റെ മനസ്സിലുണ്ടാവേണ്ടത് എന്താ? ജീവിതത്തിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ നിരാശയല്ലല്ലോ ഉണ്ടാവേണ്ടത്. അത് കൗണ്ടറിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു സന്തോഷം കൂടുക വേണ്ട. ഇതാ ഞാൻ മരിക്കാനായി, എന്റെ മരണത്തിന്റെ സമയമായി, അപ്പൊ ഞാനിതാ അള്ളാഹുവിലേക്ക് അടുക്കാൻ പോവുകയാണ്, എനിക്ക് ഇനി നാളെ പരലോകത്ത് സ്വർഗം കിട്ടും. ആ നിലക്ക് ഒരു ജീവിതത്തിനെ പറ്റിയൊരു കാഴ്ചപ്പാടല്ലേ വേണ്ടത്? പക്ഷെ പല ആളുകളിലും സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്റേതൊക്കെ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ്. അതാരാ പറയാ? ഈ ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാകാം ഒരുപക്ഷെ. എല്ലാം ഇവിടെ തന്നെയാണ്, ഇവിടുന്ന് ഇതിന് ശേഷം ഇനി ഒന്നുമില്ല. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരാശയായിരിക്കും. കാരണം അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിരാശയുടെ കാലഘട്ടമായിരിക്കും. കാരണം തീരാണ്, ജീവിതം തീരാണ്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം തീരല്ല. വൽആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും ദുനിയാവല്ല ആഖിറമാണ് എന്ന് പഠിച്ചു വെച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അത് ഒടുക്കമല്ല, യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാണ്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അവസാന കാലഘട്ടം കുറച്ചുകൂടി ഒരു ഉന്മേഷവും ആവേശവും ഉണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് കാണേണ്ടത്. എന്നാൽ നല്ലൊരു വിഭാഗം ആളുകളിൽ ഇന്ന് കാണുന്നത് ജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് ഒഴിയുമ്പോൾ യഥാർത്ഥത്തിൽ മതപരമായ ഒരു തിരക്കിലേക്കാണ് അവർ പോകേണ്ടത്. അതിനു പകരം ദുനിയാവിന്റെ തിരക്ക് തന്നെ ബോധപൂർവം വിളിച്ചു വരുത്തുന്ന ആളുകളും ഇന്ന് കുറവല്ല. അതായത് അവസാന കാലമാകുമ്പോൾ കുറച്ചെങ്കിലും ഇനി ഇത്രയും കാലം ഞാൻ ഓടി നടന്നു, പ്രയാസപ്പെട്ടു, ഞാൻ ഉറക്കൊഴിച്ചു, ഞാൻ വിദേശത്ത് പോയി കഠിനാധ്വാനം ചെയ്തു, ഇനിയെങ്കിലും എന്റെ ഖബറിലേക്കും എന്റെ പരലോകത്തിലേക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് കൂടുതൽ ചെയ്യട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷെ ആ സമയത്തു കൂടി കൂടുതൽ ദുനിയാവിൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കി അതിന്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ, അത് ചില കൂട്ടായ്മകളായി രൂപപ്പെടുന്ന അവസ്ഥ, അത് പിന്നീട് അതൊരു ഏർപ്പാടായി മാറുന്നൊരവസ്ഥ, ഇത് ഇന്ന് നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമാകുന്ന ആളുകൾക്ക് യാത്ര, അതേപോലെ തന്നെ അവരുടെ ശാരീരിക ഉല്ലാസങ്ങൾ, വ്യായാമങ്ങൾ, അതൊക്കെ ആവശ്യം. അതൊന്നും ആരും നിഷേധിക്കുന്നില്ല, അതിനൊന്നും നെഗറ്റീവ് പറയുന്നില്ല, അതൊന്നും പാടില്ല എന്നും പറയുന്നില്ല. അവർ യാത്ര ചെയ്യുന്നതോ അവരുടെ പ്രായക്കാരായ ആളുകൾ ഒരുമിച്ച് കൂടുന്നതോ ആ നിലക്ക് സംസാരിക്കുന്നതോ അങ്ങനെയുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നതോ ഒക്കെ അവർക്ക് മനസ്സിന് വല്ലാത്ത ഉന്മേഷവും ആവേശവും നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് പിന്നെ അതൊരു ഏർപ്പാടായി മാറി അവസാനം ഈ മതപരമായ കാര്യങ്ങൾക്ക് സമയം കിട്ടാതെ പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് അതിരുകവിച്ചിലാണ്. അതൊരിക്കലും തന്നെ നമുക്ക് സംഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. കാരണം എന്താ വെച്ചാൽ ചില ആളുകൾക്ക് ധാർമ്മിക ജീവിതത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാകുന്നില്ല. നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, അതുപോലെ ദിക്റ് ചെയ്യുക, അങ്ങനെ ഇബാദത്തുമായി ബന്ധപ്പെടുക, പള്ളിയുമായി ബന്ധപ്പെടുക, അതിനൊന്നും ഒരു സമാധാനം കിട്ടാതെ അത് സമാധാനം കിട്ടണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ കിട്ടുള്ളൂ എന്നുള്ള ഒരു തോന്നൽ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ന്യൂ ജനറേഷനിൽ കാണുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഈ പ്രായമായ ആളുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയാൻ വൈകും തോറും ഒരുപാട് ആളുകൾ മരണക്കട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് തന്റെ ഉള്ള ധാർമ്മിക ബോധം കൂടി നഷ്ടപ്പെടുത്തി പോകുന്ന ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ വരാനുണ്ട്. അതിപ്പോ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ യൂട്ടേൺ എടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതായത് പ്രത്യേക ടീമുകൾ ഉണ്ടാകുന്നു, അത് യാത്രകളാകുന്നു, പിന്നീട് ആ യാത്രയോട് യാത്ര,
അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഫോട്ടോഷൂട്ടുകൾ, അതിന്റെ പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകൾ, പിന്നെ അതിലൂടെ കറങ്ങി അവസാനം ഇതുവരെ മൊബൈൽ ഉപയോഗിക്കാത്ത ആളുകളൊക്കെ പിന്നെ മൊബൈൽ ഉപയോഗിച്ച് പിന്നെ വാട്സപ്പിലേക്ക് വന്ന് പിന്നെ യൂട്യൂബിലേക്ക് വന്ന് റീൽസിലേക്ക് വന്ന് പിന്നെ അതൊരു റീൽസായി മാറി പിന്നെ അതിന്റെ ലോകത്ത് അഭിരമിച്ച് വളരെ വഷളൻ തമാശകളും വളിപ്പൻ തമാശകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അതിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന അവസാന കാലഘട്ടം അങ്ങനെയായി പോകുന്ന ഒരു സാഹചര്യം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മൾ ഈ പ്രായമുള്ള ആളുകൾ, പ്രത്യേകിച്ച് പെൻഷനായ ആളുകളെ കാത്തിരിക്കുന്ന വലയെറിഞ്ഞ് കാത്തിരിക്കുന്ന ചില വലക്കണ്ണികളുണ്ട്. അവരുടെ സമ്പത്തും അവരുടെ സമയവും എങ്ങനെ പോക്കറ്റടിച്ചു കൊണ്ടുപോകാം എന്ന് വളരെ സൂക്ഷ്മമായി അതിന് പ്ലാനിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പ്രത്യേക പാക്കേജുകൾ ഉണ്ടാക്കുന്നു, കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. അവരതിലൂടെ അവരുടെ കാശും അവരുടെ സംവിധാനങ്ങളും ഒക്കെ അതിന് പ്രത്യേക ഇവന്റ് മാനേജ്മെന്റുകളും പരിപാടികളും ഒക്കെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അത്യാവശ്യ യാത്രകൾ പാടില്ല എന്നോ ആ നിലക്കുള്ള ഉല്ലാസങ്ങൾ പാടില്ല എന്നോ ഒന്നുമല്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. പക്ഷെ അതിൽ വിടാൻ പാടില്ല. ഒരു ന്യൂ ജനറേഷന്റെ സംസ്കാരത്തിലേക്ക് ഒരിക്കലും തന്നെ പ്രായമുള്ള ആളുകൾ ജീവിതത്തിന്റെ അവസാന കാലത്ത് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏതുവരെ എത്തുന്നു വെച്ചാൽ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഇതൊക്കെ ഹറാമായിട്ടേ പറഞ്ഞിരുന്നത്, ഇപ്പൊ അതൊക്കെ ഹലാലാണ്, ഞങ്ങൾക്കൊന്നും ഇത് അനുഭവിക്കാൻ പറ്റിയില്ല എന്നുവരെ പറയുന്ന ആളുകളെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ കടം കൂടി തീർത്തു പോവുക എന്ന രൂപത്തിൽ വയസ്സാവുമ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യം ഒരു കാരണവശാലും പാടില്ല. എന്തുകൊണ്ട് ഒരു വിശ്വാസി അവസാന കാലത്ത് സംതൃപ്തനായി മുന്നോട്ട് പോകണം എന്നതിന് ഇസ്ലാമിൽ കൃത്യമായ ഉത്തരങ്ങളുണ്ട്. അതിന് 4 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ പൊതുവെയുള്ള സൽക്കർമ്മത്തിന്റെ പ്രാധാന്യം തന്നെ വളരെ വലുതാണ്. അതിന് പ്രായാകൊന്നും വേണ്ട. എന്താ ഖുർആൻ പറഞ്ഞത്? മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസ, ഒരാണാകട്ടെ പെണ്ണാകട്ടെ അവർ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിക്കൊണ്ട് ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവന്റെ ശിഷ്ടജീവിതം അവന് ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹു ആക്കി കൊടുക്കും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ആ നല്ല കാര്യങ്ങൾക്ക് ഏറ്റവും മഹത്തായ പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യും എന്നാണ്. അഥവാ പ്രായാകൊന്നും വേണ്ട. ഒരാണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസിയാണെങ്കിൽ നന്മ ചെയ്താൽ അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കും എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അത് പൊതുവായിട്ടുള്ള കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വാർദ്ധക്യത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്നുകൂടി പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. അതായത് വയസ്സാകുന്ന സമയത്ത് സൽക്കർമ്മം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട് എന്നതാണ്. അതിലൊന്നാമത്തെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നല്ല അന്ത്യദിനത്തിന്റെ അടയാളമാണ്. നല്ല അന്ത്യത്തിന്റെ അടയാളമാണ്. എന്ത്? അവസാന കാലത്ത് നന്മ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകുക എന്നുള്ളത്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അതായത് അവരുടെ അവസാന കാലഘട്ടത്തിൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് ഒരു നല്ല ലക്ഷണമാകുന്നു. അത് ചില എല്ലാവർക്കും ആ തൗഫീഖ് കിട്ടിക്കൊള്ളുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ അതിന്റെ രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ തന്റെ അടിമ നല്ല കാര്യത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിന് അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമാണ്. എങ്ങനെ ഒരാള് ജീവിതം തുടങ്ങി എന്നുള്ളതല്ല പ്രധാനം, എങ്ങനെയാണ് അവസാനിച്ചത് എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ചരിത്രത്തിൽ തന്നെ, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് അവസാനം മരിക്കണ കാലത്ത് വേണ്ടാത്തത് ചെയ്ത് മരിച്ചുപോയ ആൾക്കാരുണ്ട്. അതുപോലെ ജീവിതത്തിന്റെ തുടക്കകാലത്തിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ തൗബ ചെയ്ത് നല്ല മനുഷ്യനായി മരിച്ചുപോയ ആൾക്കാരുണ്ട്. അത് ചില ആൾക്കാർ സ്വർഗം കൊണ്ട് തുടങ്ങും, നരകത്തിൽ അവസാനിക്കും. ചില ആളുകൾ നരകം കൊണ്ട് തുടങ്ങും, സ്വർഗത്തിൽ അവസാനിക്കും. ആ അവസാനമാണ് പ്രധാനം, ആദ്യമല്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടം എങ്ങനെയായിരുന്നു? പക്ഷെ അവസാന കാലഘട്ടമാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇദാ അറാദല്ലാഹ് ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അല്ലാഹു അവന്റെ അടിമകൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവൻ പരിശ്രമിക്കും. ഖാലു വകൈഫ യസ്തഅമിലു യാ റസൂലല്ലാഹ്, എന്തായിരിക്കും റസൂലേ അവർ ചെയ്യുക? അപ്പൊ ഖാല, അവിടുന്ന് പറഞ്ഞു, യുവഫ്ഫിഖുഹു ലിഅമലി സ്വാലിഹിൻ ഖബ്ല മൗതിഹി, മരണത്തിനു മുമ്പ് അവർ അമൽ സ്വാലിഹാത്തുകള് നന്നായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ വാർദ്ധക്യത്തിലെ കർമ്മങ്ങൾക്ക് പ്രതിഫലം കൂടുതൽ ലഭിക്കുമെന്നാണ്. എന്താ കാരണം എന്നറിയോ? അതിന്റെ പ്രയാസം കൂടുതലാണ് ആ സമയത്ത്. സാധാരണ ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിക്കണ മാതിരി അല്ല ഒരു പ്രായമുള്ള ആൾ നിസ്കരിക്കുക. അയാൾ ആ ഊര വളയില്ല, കാല് വളയില്ല. ആ അടങ്ങാറൊക്കെ അനുഭവിച്ചിട്ടാണ്. ആ ഇടങ്ങേറിനൊക്കെ കൂലി കിട്ടുന്നതാണ്. ഓതുന്ന സമയത്ത് വിക്കുണ്ടെങ്കിൽ ആ വിക്കിൽ വേറെ കൂലി കിട്ടുന്നതാണ്. അതാണ് പ്രായമുള്ള ആളുകൾക്ക്. ഇന്നമാ യുവഫ്ഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്,
നിശ്ചയമായും ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. പിന്നെയോ മുമ്പ് ചെയ്ത തിന്മകളെ അവരുടെ സൽക്കർമ്മങ്ങൾ മായ്ച്ചു കളയുമെന്നാണ്. അതാ ദീർഘായുസ് കിട്ടിയുള്ള ഗുണം എന്ന് പറയുന്നത്. അതായത് ചെറുപ്പകാലഘട്ടങ്ങളിൽ അറിവില്ലാതെ ചെയ്തു പോയ എന്തൊക്കെ തെറ്റുകളുണ്ടോ കുറ്റങ്ങളുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും, അവസാന കാലത്ത് ചെയ്യുന്ന അമലുകൊണ്ട് അള്ളാഹു അതൊക്കെ മായ്ച്ചു തരും. ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത്, നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നതാണ്. അപ്പൊ അവസാന കാലഘട്ടത്തിൽ ചെയ്യുന്ന നന്മകളൊക്കെ പഴയ കാലത്തുള്ള തിന്മകൾ മായ്ച്ചു കളയുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ചവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ്. അതായത് തെറ്റ് ജീവിതത്തിൽ വന്നു, പക്ഷെ തൗബ ചെയ്തു, അതുകൊണ്ട് അവൻ പാപം ചെയ്യാത്തവനെ പോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നാണ്. അതുപോലെ പ്രായമായവർ ദീനിൽ നിലകൊണ്ടാൽ അതിന് കഴിയാതെ വരുമ്പോഴും പ്രതിഫലം എഴുതപ്പെടും. അത് പ്രായമുള്ള ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മൾ ദീനിയായ കാര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വയസ്സ് ഇനി കൂടും തോറും എന്ത് ചെയ്യും, നമ്മുടെ ശരീരം തളരും. എല്ലാവർക്കും ഒരു അവസാനം വരാണ്ട്, പള്ളിക്കൊക്കെ വന്ന ആള് വരാതെയാവും. അതുപോലെ തന്നെ നിസ്കരിക്കുന്ന ആള് പിന്നെ കഴിഞ്ഞ് കഴിയാതെയാവും. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താ, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ, ഒരു രോഗിയായ അടിമയാകട്ടെ അല്ലെങ്കിൽ യാത്രക്കാരനാകട്ടെ, കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹൻ, അവൻ ആരോഗ്യമുള്ള സമയത്ത് എന്തെല്ലാം അമലുകൾ ചെയ്തോ അതിന്റെ ഒക്കെ കൂലി അവൻ അവസാന കാലഘട്ടത്തിൽ അത് ചെയ്യാൻ കഴിയാതെ ആയാലും അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായ പറഞ്ഞ്? എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു കാരണവര് അദ്ദേഹത്തെ പള്ളിയിൽ കാണാതെ വന്നപ്പോൾ ഞാൻ ഒന്ന് പോയി സന്ദർശിച്ചു. അപ്പൊ അദ്ദേഹം അസുഖമായി കിടക്കുക. അപ്പൊ എന്നെ കണ്ടപ്പോൾ വല്ലാതെ കരഞ്ഞുപോയി അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് കരച്ചിൽ വന്നത് എന്റെ അസുഖം കൊണ്ടല്ല, മറിച്ച് പള്ളിയിൽ നിന്ന് ഹയ്യാലസ്വലാത്ത് ഹയ്യാലുൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു പെടച്ചിലാണ് മനസ്സിന്. പക്ഷെ പോകാൻ കഴിയുന്നില്ലല്ലോ, പള്ളിയിൽ പോകാൻ കഴിയുന്നില്ലല്ലോ, കാരണം അതുവരെ പോയി നാളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു, നിങ്ങൾ ഇന്ന് വരെ ഈ കാല് പൊട്ടുന്നതുവരെ പള്ളിയിൽ വന്നതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് നമസ്കരിച്ചാലും പള്ളിയിൽ പോയി നിസ്കരിച്ച കൂലി നിങ്ങൾക്ക് കിട്ടും. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുഖം തെളിയുന്നത്. ഇതൊരു അറിവാണ്. അത് ആർക്കേ കിട്ടുള്ളൂ? ആരോഗ്യമുള്ള സമയത്ത്, കഴിയുന്ന സമയത്ത് കഴിയുന്നത് പോലെ ഇബാദത്തുകളിൽ മുഖരിതമായവർക്കാണത് കിട്ടുക. അതിനുവേണ്ടി ഇബാദത്തിനെ ഗൗരവപൂർവ്വം എടുക്കാതെ, വീട്ടിലുണ്ടായിട്ടും പള്ളിയിൽ പോയി നമസ്കരിക്കാതെ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാകണമെങ്കിൽ, അയാളാണ് പെട്ടെന്ന് മുടങ്ങുന്നതെങ്കിൽ സങ്കടമാണ് സുഹൃത്തുക്കളെ. അയാൾക്ക് കിട്ടൂല കൂലി, പോയിന്ന ആൾക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് അവസാന കാലഘട്ടമാകുമ്പോ തോളിൽ കൈവച്ചിട്ടാണെങ്കിലും ഇബാദത്തുകൾക്ക് പള്ളികളിൽ വന്നിരുന്ന സഹാബികൾ എന്ന് പറയുന്നത് നമ്മുടെ വയസ്സായ ആളുകൾക്ക് വലിയ സന്ദേശമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ വിഷയം എന്താ അറിയോ? അവസാന കാലത്ത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച മാതൃകകൾ ഒട്ടനവധിയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. അബൂബക്കർ റളിയല്ലാഹുവിന് ഉദാഹരണമാണ്. വഫാത്താകുന്നതുവരെയും ആരാധനയിലും ദഅവത്തിലുമാണ് അബൂബക്കർ റളിയല്ലാഹുവിനും കഴിഞ്ഞുകൂടിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതുവരെ അദ്ദേഹം ഇസ്ലാമികമായ ഇബാദത്തുകളിലും ജിഹാദിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ മുഖരിതമായി മുന്നോട്ട് പോയി. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇർസിഖ്നി ഷഹാദത ഫീ സബീലിക് വജ്അൽ മൗതി ഫീ ബലദിക നബീക് ഫസ്തജാബ അല്ലാഹു ലഹു, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ എന്നെ ഷഹീദാക്കണേ, അതുപോലെ തന്നെ ഈ നാട്ടിൽ എന്നെ വെച്ച് മരിപ്പിക്കണമേ എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നുവെന്നാണ്. അങ്ങനെ ആ നിലക്ക് തന്നെ അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കുകയും ഉണ്ടായി എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലമായപ്പോ നബി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് എന്താ, എപ്പോഴും പറയാറുണ്ടായിരുന്നത് എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ഈ വാക്ക് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ എന്ത് തെറ്റായത്? ഒരു കുറ്റവും ചെയ്യാത്ത പ്രവാചകനാണ് എന്ത് ചെയ്യുന്നത്? പൂർത്തിയരണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മാത്രമല്ല സൂറത്തുൽ നസ്റില്ലേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, എന്താ ഇതിന്റെ അർത്ഥം? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, വിജയവും അതേപോലെ തന്നെ സഹായവും ഇതാ വന്നിരിക്കുന്നു. മക്കം ഫത്ഹുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് അതിനുള്ളത്. പക്ഷെ അതോടൊപ്പം മറ്റൊരു വിശദീകരണം കൂടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് നമുക്ക് കാണാം. എന്താണ് ആ വിശദീകരണം? അജലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സൂറത്ത് ഇറങ്ങി എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനമായിരിക്കുന്നു എന്ന സന്ദേശം കൂടിയാണ്. അലമുഹു ഇയ്യാഹ്, അള്ളാഹു അദ്ദേഹത്തെ ആ വിവരം ഈ സൂറത്തിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഇതാ പ്രവാചകരെ, താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം താങ്കൾ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി താങ്കൾക്ക് മടങ്ങാനായി,
എന്ന സന്ദേശം കൂടി ആ ആയത്തിലുണ്ട്, ആ സൂറത്തിലുണ്ട്. ഫഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, മാ അഅലമു മിൻഹാ ഇല്ലാ മാ തഅലം, നീ അറിയുന്നത് തന്നെയാണ് ഞാനും അറിയുന്നത്. ആരോട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറയാ, ഈ മനസ്സിലാക്കിയ മാതിരി തന്നെയാണ് ഞാനും ആ സൂറത്ത് മനസ്സിലാക്കുന്നത്. നോക്കിങ്ങള്, അള്ളാന്റെ റസൂല് അവസാന കാലഘട്ടമാകുമ്പോ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, അവസാന കാലമെന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട കാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രായമായ ആളുകൾ പലപ്പോഴും പറയാറുള്ളൊരു വാചകമാണ്, സമയം പോകണ്ടെന്ന് ചോദിക്കും. ഒരു പണിയില്ല, വെറുതെ ഇരിക്കുന്നു, സമയം എങ്ങനെ നീങ്ങി പോണില്ല. എന്നാൽ അതോടൊപ്പം തന്നെ സമയം തികയുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ കാഴ്ചപ്പാട് കൊണ്ടാണ് അവർക്ക് സമയം തികയാത്തത്. എന്നാൽ ഈ കാഴ്ചപ്പാടില്ലാത്ത ആളുകൾക്ക് സംബന്ധിച്ചിരുന്ന് അവർക്ക് സമയം പോകുന്നില്ല എന്നുള്ള വിഷയമാണ്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മുസ്ലിം തന്റെ വാർദ്ധക്യത്തിനായി എങ്ങനെ ഒരുങ്ങണം എന്ന് കൃത്യമായി ഇസ്ലാമിക പാഠങ്ങളുണ്ട്. അതിൽ പ്രധാനമായി 5 കാര്യങ്ങളാണ്. അതിലൊന്നെന്താ വെച്ചാൽ, അത്തൗബത്തു അസ്വാദിഖത്തു മിൻ കുല്ലി ദംബ്, എല്ലാ പാപങ്ങളിൽ നിന്നും യഥാർത്ഥമായും പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാണ് അവസാന കാലമാകുമ്പോൾ ചെയ്യേണ്ട ഒരു പണി. കാരണം മനുഷ്യനാണ്, ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ കടന്നു പോകുമ്പോൾ ഒരുപാട് തെറ്റുകളും തിന്മകളും വന്നു പോയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് അതൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് അങ്ങനെ നല്ല ഒരു തൗബ ഉണ്ടാവുക എന്നതാണ് ഒന്ന് അവർ ചെയ്യേണ്ട പണി. രണ്ടാമത്തത് അൽ ഇക്സാറു മിനൽ ദിക്രി വൽ ഇസ്തിഗ്ഫാർ, ദിക്റുകളിലും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിക്കുക എന്നതാണ്. അഥവാ ജീവിതത്തിന്റെ നട്ടോട്ടത്തിനിടയിൽ ഈ രാവിലത്തെ ദിക്റും വൈകുന്നേരത്തെ ദിക്റും ഒന്നും ചെല്ലാൻ പലപ്പോഴും ആളുകൾക്ക് കഴിയില്ല. അത്രയ്ക്ക് രാവിലെ എണീറ്റ് വേഗം റബ്ബറെട്ടാൻ ഓടിയിരിക്കും, അല്ലെങ്കിൽ വേഗം വണ്ടി എടുത്തുകൊണ്ട് മത്സ്യത്തിന്റെ മാർക്കറ്റിലേക്ക് ഓടിയിരിക്കും. അങ്ങനെ ജീവിതത്തിന്റെ തിരക്ക്, അതുപോലെ തന്നെ വിദേശത്തും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നൊരു കാലം ഉണ്ടാവും. ആ കാലമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് സ്വസ്ഥമാകുമ്പോൾ കൂടുതൽ ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിക്കുക. അപ്പൊ രാവിലത്തെ ദിക്റുകൾ ചെല്ലാൻ തന്നെ വേണം 1 മണിക്കൂർ സമയം. 1 മണിക്കൂർ കൃത്യമായിട്ട് വേണം. വൈകുന്നേരത്തെ ദിക്റുകൾ ചെല്ലാൻ 1 മണിക്കൂർ വേണം. അതൊരു പ്രായമുള്ള ഒരാളൊരു അജണ്ടയായിട്ട് എടുത്താൽ ഇനി അതോ കാണാതെ അറിയില്ല എന്ന് വിചാരിക്കുക. അതിന് പുസ്തകങ്ങളുണ്ട്. ഈ നോക്കി വായിക്കാൻ അറിയില്ല വിചാരിക്കുക. അതിന് ആപ്പുകളുണ്ട്. ആ ആപ്പ് ഓൺ ചെയ്ത് വെച്ചാൽ അതിങ്ങനെ കേട്ടുകാണ്ടി നമുക്ക് ചെല്ലാൻ പറ്റും. എന്തൊക്കെ പണിയുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം അൽ മുഹാഫളത്തു അല സ്വലാത്തി വൽ ഇബാദ, നമസ്കാരവും ആരാധനയും കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. അതായത് പള്ളിയിൽ ജമാഅത്ത് തീരുമാനിക്കുക, സുഹൃത്തുക്കൾ, ഇതാ എന്റെ അവസാന സമയം, ഇനി ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ പള്ളിയിൽ പോകും. ഒരു നീയത്ത് എന്നാണ് വെക്കിങ്ങള്. ആ നീയത്ത് വെച്ചിട്ടാണ് പോകാൻ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം മുടങ്ങിയെന്ന് വിചാരിക്കുക. പിറ്റേ ദിവസം എന്തോ പ്രശ്നം വന്നു എന്ന് കരുതുക. പക്ഷെ മരിക്കണത് അതിന് കൂലി കിട്ടും നമുക്ക്. പക്ഷെ ആ നീയത്ത് വെച്ചുക്കണോ? നമ്മള് നീയത്ത് വെച്ചുക്കണോ? അതോ ആ വീടിന്റെ ഉള്ളില് ഇപ്പോഴും തന്നെ ഈ വയസ്സായ സമയത്തും തന്നെ ആ ടിവിയിൽ ഇങ്ങനെ ചാനലുകൾ മാറ്റി ഇങ്ങനെ കാണുക, അതിലുള്ള സിനിമയും സീരിയലും കണ്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഭാര്യ വന്നിട്ട് പറയാം, മനുഷ്യ പള്ളിയിൽ ബാങ്ക് കൊടുത്ത് നിങ്ങൾ പ്രായമുള്ള സമയത്ത് ഇവിടെ ഈ മൊബൈൽ നോക്കിയിരിക്കുക, ഒന്ന് അങ്ങോട്ട് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ ആ ശല്യം സഹിക്കാതെ വരുമ്പോ ഇറങ്ങിപ്പോരുന്ന പോരലാണോ പള്ളിക്കൊക്കെ ഉള്ളത്, അതോ സ്വന്തം മനസ്സിൽ നോക്കിയിട്ടുള്ള വരലാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അതാണ് നിസ്കാരത്തിനും ആരാധനക്കും കൃത്യമായ ഒരു കൃത്യത ഉണ്ടാക്കുക എന്നത് ഈ അവസാന കാലഘട്ടത്തിൽ പ്രത്യേകം ചെയ്യേണ്ട കാര്യമാണ്. നാലാമത്തെ കാര്യം അൽ ഇഹ്സാനു ഇലന്നാസി വസിലത്തുർ റഹ്, എന്താണ്? ജനങ്ങളോട് നന്മ ചെയ്യുക, കുടുംബബന്ധം നിലനിർത്തുകയും ചെയ്യുക. അവസാന കാലാവുമ്പോ മനുഷ്യന്മാരോട് പരമാവധി തെറ്റാതിരിക്കാൻ നോക്കുക. ചില ആളുകൾക്ക് സംഭവിക്കുന്ന ദുരന്തം എന്താന്ന് വെച്ചാൽ, ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത സുഹൃത്ത് ബന്ധങ്ങളും എല്ലാ നിരക്കുള്ള ബന്ധങ്ങളും അവസാന കാലഘട്ടുമ്പോ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്തിന്റെ മുതലിന്റെയൊക്കെ പേര് പറഞ്ഞ് ആ അവസാന കാലഘട്ടത്തിൽ എല്ലാവരോടും തെറ്റി ഒരു പ്രതിഷേധിയായിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്ന അപൂർവം ആളുകളെയും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മയ്യത്ത് കൊണ്ടൊന്ന് കിടത്തിങ്ങാണ്ട് നിസ്കരിക്കുമ്പോ ഇതാ അദ്ദേഹത്തിന് എല്ലാവരും ഒന്ന് വിട്ടുവീഴ്ച കൊടുക്കണം എന്ന് പറയുമ്പോ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണെന്ത്, ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ മൂപ്പരെ വീട്ടിൽ ചെന്നപ്പോ എന്റെ തെറി പറഞ്ഞ അയച്ച്, പിന്നെ എന്താ അയാൾക്ക് പുറത്തു കൊടുക്കുന്നത് എന്നാണ് ഒരാളെ മനസ്സിൽ വരുന്നതെങ്കിൽ അതിന് ഉത്തരവാദി ആരാ? അപ്പൊ അതുകൊണ്ട് അവസാന കാലാകുമ്പോ
പഴയതൊക്കെ തേച്ചു മായ്ക്കുക. ആരോടൊക്കെയാണോ പിണങ്ങി നിൽക്കുന്നത് അവരോട് ഫോൺ ചെയ്യുക, കഴിയുമെങ്കിൽ അവരെ വീട്ടിൽ പോവുക, എന്നിട്ട് പറയാ അന്ന് അങ്ങനെ ഞാൻ സംസാരിച്ചു പോയത് എനിക്ക് വിട്ടുതരണം, ഞാൻ എന്റെ അവസാന കാലഘട്ടത്തിലേക്ക് ആയിട്ടുണ്ട് എന്ന് നിനക്ക് സംസാരിക്കുക. അതുപോലെ തന്നെ അറ്റുപോയ കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അഞ്ചാമത്തതോ സന്തോഷവും സമാധാനവുമുള്ള മനസ്സോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ തയ്യാറാവുക. ഒരു സ്വസ്ഥമായ മനസ്സിന്റെ ഉടമയാകുക. മരണം എന്ന് പറഞ്ഞാൽ പേടിച്ചുകൊണ്ട് നടക്കല്ല വേണ്ടത്. ആ മരണത്തെ വളരെ സന്തോഷത്തോടുകൂടി എതിരേൽക്കുവാനുള്ള വിഭവങ്ങൾ ഒരുക്കി ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ദീർഘയാത്രക്ക് വളരെ മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റുമായി നമ്മുടെ ലഗേജുകളുമായി ഒരു റെയിൽവേ സ്റ്റേഷനിൽ അതിന്റെ ബെർത്ത് നോക്കി ആ ട്രെയിൻ വന്ന് നിൽക്കുന്ന ആ പോയിന്റ് നോക്കി കാത്തിരിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയായിരിക്കണം പരലോകത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. കൃത്യമായ നമസ്കാരങ്ങൾ, നോമ്പുകൾ, സകാത്തുകൾ, എല്ലാ കർമ്മങ്ങളും ചെയ്ത് അള്ളാഹുവിന്റെ വിളി കാത്തിരിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായിക്കൊണ്ടായിരിക്കണം അവസാന കാലഘട്ടത്തിൽ നമ്മൾ പോകേണ്ടത്. അങ്ങനെയുള്ള ആളാകുമ്പോ മലക്ക് നമ്മുടെ റൂഹ് പിടിക്കാൻ വരുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അതേ സമാധാനമടഞ്ഞ മനസ്സേ, നീ തൃപ്തിപ്പെട്ട ആ മനസ്സ് അള്ളാഹുവിലേക്ക്, റബ്ബിലേക്ക് ഇതാ നീ മടങ്ങുക. എന്റെ അടിമകളിൽ നീ പ്രവേശിക്കുക, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന സന്തോഷ വാർത്തയോടുകൂടിയായിരിക്കും അവരുടെ റൂഹിനെ പിടിക്കാൻ വരിക. എന്നാൽ അതിന് തൊട്ട് മുകളിലുണ്ടൊരായത്ത്. ആ ആയത്ത് എന്താ പറയുന്നത്? ഈ ജീവിതത്തില് അവസാന കാലഘട്ടത്തിലും ഈ ദുനിയാവിൽ തന്നെ വരിഞ്ഞ് ദുനിയാവിന്റെ പിന്നാലെ തന്നെ അഭിരമിച്ച് ഈ പുതിയ ജനറേഷൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അതേപോലെ കോപ്പിയടിച്ച് ആർത്ത് വിളിച്ച് ഒരു പൂത്തിരി കത്തിത്തീരുന്നത് പോലെ തീരേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അന്ത്യദിനം വരുന്ന സമയത്ത് നരകം കൊണ്ടുവരപ്പെടും. അന്നേ ദിവസം എവിടെ നിന്നാണ് അവൻ ഓർമ്മ വരുന്നത്? അവൻ മനുഷ്യന്മാരെന്ന് ഓർക്കും, പലതിനെ പറ്റി ഓർക്കും. എന്ത്? പടച്ചോൻ എന്റെ ആയുസ്, എന്റെ ജീവിതം ഞാൻ എന്തൊരുക്കി എന്ന് ഓരോരുത്തരും ആലോചിക്കും. പക്ഷെ എവിടുന്നാണ് അത് ഓർമ്മ വരുന്നത്? അവന് അവൻ പറയും, എന്റെ നഷ്ടമേ, എന്റെ കഷ്ടമേ, ഞാൻ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ ഇബാദത്തുകളൊന്നും ചെയ്യാൻ എനിക്ക് അവസാന കാലഘട്ടത്തിൽ പോലും പറ്റിയില്ലല്ലോ. അന്നേ ദിവസം അല്ലാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കുകയില്ല. അവനെ പിടിച്ച് ബന്ധിക്കൽ ഒരാളും തന്നെ പിടിച്ച് ബന്ധിക്കുകയുമില്ല. അന്ന് അള്ള പിടിച്ച് ബന്ധിക്കുന്നത് പോലെ വേറൊരാളും പിടിച്ച് ബന്ധിക്കൂല. അങ്ങനത്തെ ഒരവസ്ഥയുണ്ട് വരാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരിക്കണ സമയത്ത് മരിക്കണമെന്ന് ഉറപ്പാവുമ്പോ ഈ അവസ്ഥയ്ക്ക് മനുഷ്യനോട് ഓർക്കും, പടച്ചോനെ ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ, ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ലല്ലോ, എനിക്ക് ഇത്രയും മുതലുണ്ടാക്കി ഞാൻ ഹജ്ജ് ചെയ്തില്ലല്ലോ. പക്ഷെ അതിനൊന്നും പിന്നെ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഉള്ള ആരോഗ്യമുള്ള സമയത്ത് സുഹൃത്തുക്കളെ പോകാനൊരുങ്ങ. ഈ ദുനിയാവും നമ്മളെ കെട്ടിമറിഞ്ഞ് ഈ റീൽസും അതേപോലെ തന്നെ ഈ ആധുനിക സംസ്കാരങ്ങളും പല കമ്പനികളും നമ്മളെ പലതും പറഞ്ഞ് മോഹിപ്പിച്ച് വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതാരാ ലോകാന്നറിയോ? ദുനിയാവ് ഇവിടെ അവസാനിക്കുകയാണ്, ജീവിതം അവിടെ അവസാനിക്കുക എന്ന് വിചാരിക്കുന്നവർക്ക് അവസാന കാലമാകുമ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവസാനിക്കല്ല, തുടങ്ങുകയാണ്. അതുകൊണ്ട് നന്നായി ഒരുങ്ങുക, തൗബ ചെയ്യുക, ആ നിലക്ക് മുന്നോട്ട് പോവുക. അതോടൊപ്പം നമ്മുടെ മാനസികമായും ശാരീരികമായുള്ള വ്യായാമ മുറകളും മറ്റു കാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദീനീ ദഴവത്തും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുഖരിതമാവുക. ഒരിക്കലും തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഹറാമുകളിലൂടെ പോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. അള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും ഹൈറായ ഒരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് സമയത്ത് മരിക്കുകയാണെങ്കിൽ ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.